സഭയിൽ സഭയിലുള്ള ഡിവിഷൻസിനെ കുറിച്ചാണ് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കണ്ടത്. അതിനുശേഷം അതിനോടനുബന്ധിച്ചുള്ള പൗലൂസിന്റെ കാഴ്ചപ്പാടുകളെ പൗലൂസ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ കണ്ടത് സഭയിൽ ദുർനടപ്പുണ്ട് എന്ന ശ്രുതി കേട്ടിട്ട് അതിന് മറുപടി പൗലൂസ് പറയുന്നതായിട്ട് നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ കണ്ടത് മാരേജിനെ കുറിച്ചാണ്, സെലിബസി, സിംഗിൾ ആയിട്ട് ജീവിക്കുക, വിവാഹത്തെ കുറിച്ചുള്ള പൗലൂസിന്റെ കാഴ്ചപ്പാടുകൾ. പിന്നീട് നമ്മൾ കണ്ടത് സ്ത്രീകളുടെമായിട്ട് സംബന്ധിച്ച്, അല്ലെങ്കിൽ തലയിൽ തുണിയിടുന്നതുമായിട്ട്, ശിരോവസ്ത്രം അണിയുന്നതുമായിട്ട് സംബന്ധിച്ച വിഷയങ്ങളെ കുറിച്ച് പൗലൂസിന്റെ കാഴ്ചപ്പാട്. വീണ്ടും നമ്മൾ കണ്ടത് വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നതുമായിട്ടുള്ള പൗലൂസിന്റെ കാഴ്ചപ്പാട്. അതിനുശേഷം നമ്മൾ കണ്ടത് തിരുമേശയെ സംബന്ധിക്കുന്ന, ലോർഡ് സപ്പറിനെ സംബന്ധിക്കുന്ന വിഷയത്തിൽ പൗലൂസ് എന്താണ് സഭയെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ കണ്ടു തുടങ്ങുന്നത് 12, 13, 14 അധ്യായത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം. ഒന്നുകൂടെ പറഞ്ഞാൽ ഈ 1 കൊരിന്ത്യ ലേഖനം എഴുതുന്നതിൽ തന്നെ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന, 1 കൊരിന്ത്യർ ലേഖനത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പോർഷനാണ് 12, 13, 14 അധ്യായം. ഒരു സുപ്രധാനമായ വിഷയമാണ് പൗലൂസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പശ്ചാത്തലം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുന്നു, നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി. കാരണം ഒരാഴ്ച നമുക്ക് മിസ്സായതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ പറയുകയാണ്. 12, 13, 14 അധ്യായത്തിൽ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, ആത്മീക വരങ്ങളെ കുറിച്ചാണ് പൗലൂസ് സംസാരിക്കുന്നത്. ആത്മീക വരങ്ങളെ കുറിച്ചുള്ള അവർക്കുള്ള സംശയം, അവർ എഴുതി ചോദിച്ച അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് പൗലൂസ് പറയുന്നത്. അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ധാരണ, അവരെല്ലാവരും ആത്മീക വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നവരാണ്. പ്രത്യേകിച്ചും അന്യഭാഷ, സ്പീക്കിംഗ് ഇൻ ടങ്സ്, അതർ ടങ്സ് എന്നൊക്കെ പറയുന്ന അന്യഭാഷ എന്ന പരിശുദ്ധാത്മാവിന്റെ വരത്തിന് അമിത പ്രാധാന്യം, അല്ലെങ്കിൽ ഏറ്റവും അധികം അവര് പ്രായോഗികമായിട്ട് ചെയ്തു വന്നിരുന്നവരായിരുന്നു. സഭയിൽ അത് പ്രാക്ടീസ് ചെയ്തവരായിരുന്നു കൊരിന്ത്യ സഭ എന്ന് ഈ ലേഖനം വായിക്കുമ്പോൾ, ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നൊരു പ്രശ്നം, ഒരിക്കലും 12, 13, 14 അധ്യായത്തിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വരത്തെ, ആത്മീക വരത്തെ വേണ്ട എന്ന് വെക്കുവാനോ അത് ഉപേക്ഷിക്കുവാനോ അല്ല പൗലൂസ് പഠിപ്പിക്കുന്നത്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു. ഇത് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ട്രിൻ, ഒരു ഉപദേശപരമായ വിഷയമല്ല. ഇത് ഡോക്ട്രിൻ, ഒരു പുതിയ ഉപദേശം കൊടുക്കുന്നതിനേക്കാൾ ഉപരി കറക്റ്റീവായിട്ടുള്ള ഒരു ഓർഡർ, അതാണ് പൗലൂസ് ഇവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോ അന്യഭാഷാ ഭാഷണത്തിനുള്ള അമിത പ്രാധാന്യം, അതെന്താണ് അമിത പ്രാധാന്യം എന്ന് നമ്മൾ തുടർന്നുള്ള ക്ലാസ്സിൽ പഠിക്കും. അമിത പ്രാധാന്യം ഉണ്ടായപ്പോ അന്യഭാഷാ ഭാഷണം വേണ്ടെന്ന് വെക്കുകയല്ല, മറിച്ച് അതിന് കൃത്യമായ ഒരു ഓർഡർ കൊണ്ടുവരികയും എങ്ങനെയാണ് സഭയിൽ അത് ഉപയോഗിക്കേണ്ടതെന്നും എങ്ങനെയാണ് നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാട് പൗലൂസ് കൊണ്ടുവരികയാണ്. അപ്പൊ അതുകൊണ്ട് പലരും, ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചുള്ള, പലരും ഈ അധ്യായങ്ങൾ എടുത്തിട്ട് അന്യഭാഷ പറയാനേ പാടില്ല എന്ന ഉപദേശമാണ് സ്ഥാപിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഒരു ഉപദേശവും വേണ്ടെന്ന് വെക്കുവാനോ അത് സ്റ്റോപ്പ് ചെയ്യാനോ അല്ല പൗലൂസ് പഠിപ്പിക്കുന്നത്. അത് എങ്ങനെ ഉപയോഗിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അത് ഒഴിവാക്കാനല്ല പൗലൂസ് പഠിപ്പിക്കുക. അപ്പൊ 12 അധ്യായത്തിൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, അന്യഭാഷ എന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പൗലൂസ് പറയുന്നത്, അതിന്റെ അവസാന ഭാഗം, 12 അധ്യായത്തിന്റെ അവസാന ഭാഗം, അതിന്റെ 31 വാക്യം, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ, 30 വാക്യം കൂടെ ചേർത്ത് വായിക്കാം. എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കുവിൻ. ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ മറന്നു പോരുത്, അന്യഭാഷ എന്ന വിഷയത്തെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. അത് 13, 14 ഒക്കെ വായിക്കും, നമുക്കറിയാം. പക്ഷെ പൗലൂസ് പറയുന്നത് കേവലം അന്യഭാഷ എന്ന വരം മാത്രമല്ല പരിശുദ്ധാത്മാവിനുള്ളത്. 12 അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന വിവിധ വരങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പൗലൂസ് പറഞ്ഞു. അപ്പോ ഏതെങ്കിലും ഒരു വരത്തിൽ മാത്രം ഊന്നിയുള്ള ഒരു ആത്മീയതയല്ല, മറിച്ച് അതിലും ശ്രേഷ്ഠമായിട്ടുള്ള, അതിലും ഉന്നതമായിട്ടുള്ള ധാരാളം വരങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് സഭയിലുള്ള എല്ലാവരും അന്യഭാഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഉപരി മറ്റുള്ള വരങ്ങൾക്ക് വേണ്ടിയും ആഗ്രഹിക്കണം. എനിക്ക് തോന്നുന്നു ഏകദേശം കൊരിന്ത് സഭയിൽ സംഭവിച്ച പോലെയുള്ള ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നിലച്ചു പോയിട്ടുള്ള ഒരു സാച്ചുറേഷൻ സംഭവിച്ച ഒരു ആത്മീക സ്ഥിതി നമ്മുടെ പെന്തക്കോസ്ത് സഭകളിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കാരണം നമ്മുടെ പെന്തക്കോസ്ത് സഭകളിലും അന്യഭാഷ എന്ന വരത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്ന ധാരാളം മറ്റു വരങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അന്യഭാഷയ്ക്ക് കൊടുക്കുന്ന അത്രയും പ്രാധാന്യം മറ്റു വരങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. അത് പൗലൂസ് ഇവിടെ വളരെ കൃത്യമായി പോയിന്റ് ചെയ്യുന്നു.
അപ്പോൾ കൊരിന്ത് സഭയ്ക്കും നമുക്കും ഒക്കെ ഉള്ള ഏകദേശം ആ പ്രശ്നം ശരിയാണ്. അന്യഭാഷ വേണ്ട എന്നല്ല അവിടെ അർത്ഥം. അന്യഭാഷയ്ക്ക് കൊടുക്കുന്നത് പോലെ തന്നെയുള്ള പ്രാധാന്യം മറ്റു വരങ്ങൾക്ക് നമ്മൾ കൊടുക്കണം. അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റു വരങ്ങൾ ഉണ്ട്. അപ്പം നമ്മൾ അന്യഭാഷ എന്നുള്ള കാഴ്ചപ്പാടിലൊന്ന് സാച്ചുറേറ്റ് ആയി നിൽക്കുകയാണ്, അവിടെ സ്റ്റാഗ്നന്റ് ആയി അവിടെ നിലച്ചു പോവുകയാണ്. കാരണം നമ്മുടെ ഒരു തിയോളജി അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം സ്നാനപ്പെടുന്നു, സ്നാനപ്പെട്ടതിന് ശേഷം അന്യഭാഷ അടയാളത്തോടെ അഭിഷേകം എന്ന് പറയുന്നു പ്രാപിക്കുന്നു. അതിനുശേഷം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏകദേശം ഒരു പൂർണ്ണത അവിടെ കൈവരിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ആദ്യം രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ സ്നാനപ്പെടണം, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ കാത്തിരുന്ന് നമ്മൾ അന്യഭാഷ അടയാളത്തോടെ അഭിഷേകം പ്രാപിക്കണം. അപ്പൊ ഈ 3 സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഏകദേശമൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയി എന്നൊരു കാഴ്ചപ്പാടാണ്. അപ്പൊ അവിടെ നമ്മളങ്ങ് ഉറച്ചു നിലച്ചുപോയി. കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന് അത്രമാത്രം പിന്നെ നമ്മളങ്ങനെ മാന്യം മര്യാദയ്ക്കൊക്കെ ജീവിക്കണം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ബൈബിളൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് ഇടയ്ക്ക് ഉപവാസമൊക്കെ എടുത്ത് ഇങ്ങനെ ജീവിക്കണം. ഈ പ്രശ്നം തന്നെ കൊരിന്ത് സഭയ്ക്ക് ഉണ്ടായി. വാസ്തവത്തിൽ കൊരിന്ത് സഭയ്ക്ക് ഇത്രയല്ല, ഇതിനെ നമ്മൾ അതിനേക്കാൾ വലിയ പ്രശ്നത്തിലാണ് കിടക്കുന്നത്. കാരണം കൊരിന്ത് സഭ പിന്നെയും കുറെയൊക്കെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അന്യഭാഷ എന്ന വരം വേണ്ട എന്നല്ല, അതോടൊപ്പം തന്നെ മറ്റു വരങ്ങൾക്കുള്ള പ്രാധാന്യം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ശ്രേഷ്ഠ വരങ്ങൾക്ക് വേണ്ടി വാഞ്ചിക്കണം. നമ്മൾ വി ഹാവ് ടു ഡിസയർ ഫോർ നമ്മൾ വിശ്വസിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ പക്കൽ ധാരാളം വരങ്ങൾ ഇരിപ്പുണ്ട്, ഒരുപാട് വരങ്ങളുണ്ട്. അപ്പം അവന്റെ അബണ്ടൻസ് ഓഫ് ഗിഫ്റ്റ്സ് അല്ലേ, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളുടെ നിറവ് അല്ലെങ്കിൽ വരങ്ങളുടെ നിറവാണ് പരിശുദ്ധാത്മാവിന്റെ പക്കലുള്ളത്. അത് നമ്മൾ വാഞ്ചിക്കണം. അതാണ് 12-ാം അധ്യായം അവസാനം പൗലോസ് പറയുന്നത്. അത് മാത്രമല്ല, മറ്റൊരു പ്രത്യേകത, ഇവരുടെ മറ്റൊരു സംശയം, ആത്മീക വരങ്ങൾ, അത് 12-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. ആത്മീക വരങ്ങൾ ഒരാളുടെ ആത്മീകതയെ അളക്കാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. അപ്പോ ഒരാൾ അന്യഭാഷ പറയുകയും അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും വരങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതാണ് സ്പിരിച്വാലിറ്റിയുടെ അളയാടം, അല്ലെങ്കിൽ ആത്മീകതയുടെ മെഷർമെന്റ് അതാണ് എന്നൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് പൗലോസ് മാറ്റുന്നത്. എന്തൊക്കെയാണ് മാറ്റുന്നത്? പൗലോസ് മാറ്റാൻ ഉദ്ദേശിക്കുന്ന തെറ്റിദ്ധാരണകള്, അന്യഭാഷ മാത്രമല്ല വരങ്ങൾ, വേറെയും ധാരാളം വരങ്ങളുണ്ട്. രണ്ടാമത്, ഈ വരങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ വരങ്ങൾ മാത്രമല്ല ഒരാളുടെ ആത്മീയത അളക്കാൻ ഉപയോഗിക്കുന്നത്. സ്പിരിച്വാലിറ്റിയുടെ മാർക്ക് എന്ന് പറയുന്നത് ഈ വരങ്ങളല്ല എന്നും പൗലോസ് പഠിപ്പിക്കുന്നു. അപ്പം അതിലേക്ക് ഞാൻ വിശദമായിട്ട് ഇന്ന് വരികയാണ്. ഈ ക്ലാസ്സിൽ അതിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. 31-ാം വാക്യത്തിൽ തന്നെ ഹിന്റ്, 12-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിന് വളരെ കൃത്യമായ ഹിന്റ് ഉണ്ട്. വരങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു വന്നിട്ട് അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞു, അതിനുശേഷം വരങ്ങളെക്കുറിച്ച് പറഞ്ഞു. ചില അന്യഭാഷകൾ സംസാരിക്കുന്നുവോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ, അതൊക്കെ പറഞ്ഞേച്ച് ശ്രേഷ്ഠ വരങ്ങൾക്ക് വേണ്ടി വാഞ്ചിക്കുമെന്ന് പറഞ്ഞേച്ച് പൗലോസ് പറഞ്ഞു, ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇംഗ്ലീഷിൽ കാണുന്നത് I unto you a more excellent way. I will show you a more excellent way. അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോ 12-ാം അധ്യായത്തിൽ പൗലോസ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുകയാണ്, ആത്മീക വരങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു തുടക്കം പറഞ്ഞു വന്നിട്ട്, ധാരാളം വരങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പക്കലുണ്ട്. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളല്ല ഒരാളുടെ ആത്മീയത അളക്കാനുള്ള അളവുകോല് എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസ് പറയാണ്, ഈ ഒരു ഇതിനേക്കാൾ ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കുവിൻ എന്ന് പറഞ്ഞിട്ട്, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ വരങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനർത്ഥം വരങ്ങൾ വേണ്ട എന്നല്ല, പക്ഷേ വരങ്ങളെക്കാൾ ബേസിക് ആയിട്ടുള്ള, വരങ്ങളെക്കാൾ ഫണ്ടമെന്റൽ ആയിട്ടുള്ള, വരങ്ങളെക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന, വരങ്ങളൊക്കെ താങ്ങി നിർത്തപ്പെടുന്ന ഒരു മാർഗമുണ്ട്. വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് 13-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്. ദ ട്രൂ ഐഡന്റിറ്റി അല്ലെങ്കിൽ ദ ട്രൂ മാർക്ക് ഓഫ് എ സ്പിരിച്വൽ പേഴ്സൺ. എന്താണ് യഥാർത്ഥ ആത്മീകന്റെ മുഖം അല്ലെങ്കിൽ യഥാർത്ഥ ആത്മീകന്റെ അടയാളം എന്താണ് എന്ന് പൗലോസ് പറയാണ്. 12-ാം അധ്യായത്തെ തീർത്ത് പറഞ്ഞു, അതല്ല, വരങ്ങളല്ല ഒരാളുടെ ആത്മീകതയുടെ അടയാളം. അതിനർത്ഥം വരങ്ങൾ വേണ്ട എന്നല്ല, പക്ഷെ അത് ആത്മീകതയുടെ അടയാളമായിട്ട് എടുക്കരുത്. ഇനി
ആത്മീയതയുടെ അടയാളമായി, ട്രൂ സ്പിരിച്വാലിറ്റിയുടെ മാർക്കായി, അടയാളമായി, ചിഹ്നമായി കാണേണ്ട ശ്രേഷ്ഠമായ മറ്റൊരു മാർഗമുണ്ട് എന്നുള്ളത് പൗലോസ് പറയുകയാണ്. എന്താണത്? ഞാൻ ഇനി ശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആത്മീക വരങ്ങളെക്കുറിച്ചുള്ള ചർച്ച പൗലോസ് ഇനി 14-ാം അധ്യായത്തിൽ തുടരും. എന്നാൽ അതിനു മുമ്പ് 13-ാം അധ്യായത്തിൽ ആ ശ്രേഷ്ഠമായ മാർഗം, എല്ലാവർക്കും സ്വീകരിക്കേണ്ട, എല്ലാവരും മാതൃകയാക്കേണ്ട, നമ്മുടെ ആത്മീയതയുടെ അടയാളമായി മാറേണ്ട ആ പ്രധാനപ്പെട്ട സത്യം പൗലോസ് 13-ാം അധ്യായത്തിൽ പങ്കുവെക്കുകയാണ്. പണ്ടാരോ ഇങ്ങനെ പറഞ്ഞു, 12-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും പൗലോസ് വരങ്ങളെക്കുറിച്ച് സംസാരിച്ചു. 13-ാം അധ്യായത്തിൽ അതിനിടയ്ക്ക് ഒരു സാൻഡ്വിച്ച് അകത്ത് എങ്ങനെയാണോ, അല്ലെങ്കിൽ രണ്ട് സൈഡിലും ബ്രെഡ് വെച്ചിട്ട് എങ്ങനെയാണോ നടുക്ക് മീറ്റ് വെക്കുന്നത്, അല്ലെങ്കിൽ സാൻഡ്വിച്ചിന്റെ പ്രധാനപ്പെട്ട പോർഷൻ എന്ന് പറയുന്നത് അതിന്റെ മധ്യത്തിലുള്ളതാണ്, ഏറ്റവും അധികം ടേസ്റ്റ് നൽകുന്ന, അതിന്റെ ഇടയ്ക്ക് ഫില്ലിംഗ് ആയിട്ട് വെച്ചു വന്നു. അപ്പൊ 13-ാം അധ്യായം വാസ്തവത്തിൽ 12-ാം അധ്യായത്തിന്റെയും 14-ാം അധ്യായത്തിന്റെയും ഫില്ലിംഗ് ആണ്. 12-ാം അധ്യായവും 14-ാം അധ്യായത്തിനും ടേസ്റ്റ് നൽകുന്നത്, അർത്ഥം നൽകുന്നത് 13-ാം അധ്യായമാണ്. 13-ാം അധ്യായത്തിൽ എന്താണ് ശ്രേഷ്ഠമായ മാർഗത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത്? സ്നേഹത്തെക്കുറിച്ചാണ് പൗലോസ് അവിടെ സംസാരിക്കുന്നത്. അപ്പോ 12-ാം അധ്യായത്തിൽ വരങ്ങൾ കാണുന്നു, 14-ാം അധ്യായത്തിലും വരങ്ങൾ കാണുന്നു, 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് കാണുന്നു. അപ്പൊ ആ ദേവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ഫില്ലിംഗ് ഇല്ലാത്ത, നടുക്ക് ഒന്നും സ്റ്റഫിങ് ചെയ്യാത്ത, പിന്നെ എന്താ പറയുന്നത്, നമ്മൾ ബർഗർ കഴിച്ചാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ സാൻഡ്വിച്ച് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഈ 13-ാം അധ്യായത്തിലെ കാഴ്ചപ്പാടില്ലാതെ ആത്മീക വരങ്ങൾ ഒരാൾ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ. മഹാബോറാണ് ബ്രെഡ് മാത്രം കഴിക്കാൻ. എന്നാൽ രണ്ട് സൈഡിലും ബ്രെഡ് വെച്ചിട്ട് അതിനകത്തേക്ക് ഫില്ലിംഗ് വന്നാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഫില്ലിംഗ് തിരികെ കയറ്റിയാൽ ആ ബ്രെഡിന്റെ പേരെ മാറി. പിന്നെ ബ്രെഡ് എന്നല്ല, പിന്നെ സാൻഡ്വിച്ച് എന്നായി, പിന്നെ ബർഗർ എന്നായി. അല്ലെങ്കിൽ അത് വെറും ബണ്ണാണ്, അല്ലെങ്കിൽ അത് വെറും ബ്രെഡാണ്. പക്ഷെ അതിനകത്ത് ഫില്ലിംഗ് വന്നു കഴിയുമ്പോൾ അത് വ്യത്യസ്തമായി മാറി, അതിന്റെ രുചി മാറി, അത് കുറെ കൂടെ ഹെൽത്തി ആയിട്ട് മാറി. അപ്പോ അത് കാണാൻ ഭംഗിയുള്ളതായി മാറി, അത് ആൾക്കാരുടെ മുൻപിൽ വിളമ്പാൻ പറ്റുന്ന ഒരു കാര്യമായി മാറി എന്ന് പറഞ്ഞതുപോലെയാണ് 12-ാം അധ്യായത്തിലെ ആത്മീക വരങ്ങളെ കുറിച്ച് പറയുന്നു, 14-ാം അധ്യായത്തിലെ ആത്മീക വരങ്ങളെ കുറിച്ച് പറയുന്നു. ഇതിന് നടുവിലായിട്ട് അതിലെ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അർത്ഥം നൽകുന്ന പ്രധാനപ്പെട്ട കാര്യമായ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അപ്പൊ അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കാം. വരങ്ങൾ വേണ്ടെന്നല്ല, അന്യഭാഷാ ഭാഷണം നിന്നുപോയി എന്നല്ല, വരങ്ങൾക്ക് വേണ്ടി വാഞ്ചിക്കാൻ പറയുമ്പോൾ അന്യഭാഷാ ഭാഷണം അതിൻ്റെതായ രീതിയിൽ സംസാരിക്കാനായി പ്രോത്സാഹിപ്പിക്കുമ്പോൾ, അതിനുവേണ്ടി വാഞ്ചിക്കുവാനായിട്ട്, അത് 14-ാം അധ്യായത്തിൽ വാഞ്ചിക്കാൻ വേണ്ടി തന്നെ പറയുമ്പോ, എന്നാൽ അതിനേക്കാൾ ഉപരി നമ്മൾ വളരെ ബേസിക്കലി, അപ്പൊ ഈ കൊരിന്ത് സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്, ഇപ്പോൾ വന്നു നിൽക്കുന്ന ഒരു പ്രശ്നം നമ്മൾ പഠിച്ചതാണ് നേരത്തെ. കൊരിന്ത് സഭയിൽ അന്യഭാഷാ ഭാഷണം വളരെ ശക്തമായി നടക്കുന്നു, പ്രവചനം വളരെ ശക്തമായി നടക്കുന്നു, മറ്റു വരങ്ങളുടെയൊക്കെ പ്രദർശനം ഭംഗിയായിട്ട് നടക്കുന്നു. പക്ഷെ പ്രശ്നം എന്താ? പ്രശ്നം ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് അവിടെ ഡിവിഷൻ വളരെ ശക്തമായിട്ട് നിൽക്കുന്നു. അടുത്ത അധ്യായത്തിൽ കണ്ടത് ദുർനടപ്പ് വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. തിരുമേശ അതിൻ്റെതായ രീതിയിൽ അവർ പങ്കെടുക്കുന്നില്ല. വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നവരും ജാതികളോട് ഇണയില്ലാപ്പിട കൂടുന്നവരുമായ ധാരാളം പേര്. ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ അവിടെ ആത്മീക വരങ്ങൾക്ക് ഒരു കുറവുമില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. അന്യഭാഷ വരങ്ങൾ അവിടെ പ്രാവർത്തികമായി നടക്കുന്നു, പ്രവചന വരം വളരെ കൃത്യമായി നടക്കുന്നു, മറ്റ് ആത്മീക വരങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇതെല്ലാ ആത്മീക വരങ്ങളും നടക്കുമ്പോഴും, അപ്പൊ കൊരിന്ത് സഭയെ കുറിച്ച് പറഞ്ഞാൽ സ്പിരിച്വൽ ഗിഫ്റ്റ്സിൽ വളരെ അബണ്ടന്റ് ആയ, റിച്ച് ആയിട്ടുള്ള സഭയാണ് എന്ന് മനസ്സിലാക്കാം. പ്രധാനമായിട്ടും അന്യഭാഷ എന്നുള്ള വരം സ്പിരിച്വൽ ഗിഫ്റ്റ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സഭ, സമ്പന്നമായ ഒരു സഭ. എന്നാൽ മറുവശം നോക്കിയാൽ ഡിവിഷൻ, ദുർനടപ്പ്, തിരുമേശയെ ത്യജിക്കുക, സഹോദരന്മാരെ കോടതി കയറ്റുക, എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നിൽക്കുന്നത്. വിവാഹം മാന്യമാകാതിരിക്കുക. ഇതെങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്നേ? അപ്പോ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അന്യഭാഷാ ഭാഷണവും അതുപോലെ തന്നെയുള്ള വരങ്ങളും സംഭവിക്കുമ്പോഴും, അല്ലെങ്കിൽ അതിന്റെ പ്രദർശനം നടക്കുമ്പോഴും, അവിടെ ക്രമം കെട്ട രീതിയിൽ പല കാര്യങ്ങളും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതിനർത്ഥം ആത്മീക വരങ്ങളിൽ ദൈവസഭ സമ്പന്നമായെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നതിൽ അവർ വളരെ പുറകോട്ട് പോയിരിക്കുന്നു. അപ്പൊ സ്നേഹമടക്കമുള്ള മറ്റ് ആത്മീക ഫലം അതിൽ അവർ ശോഷിച്ചു പോയിരിക്കുന്നു. ആത്മീക വരങ്ങൾക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ സംഭവിക്കാമോ എന്ന് ചോദിച്ചാൽ യെസ്, ചില സന്ദർഭങ്ങളൊക്കെ സംഭവിക്കാം. അതിന് കാരണം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോ എന്ന് പറഞ്ഞാല് അന്യഭാഷയും പ്രവചനവും അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ മറ്റ് എന്താ പറയുന്നത് ആത്മീകമല്ലാത്ത ക്രമക്കേടുകൾ സംഭവിക്കാമോ? അത് സംഭവിക്കാം. കർത്താവ് തന്നെ പറയുന്നത്, ദൈവവചനത്തിൽ കാണുന്നത്, യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ഒക്കെ ചെയ്തവർ അവിടെ ചെല്ലുമ്പോഴത്തേന് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നാ. അപ്പോ ഇവൻ ദൈവവുമായിട്ട് കൃത്യമായി ശ്രദ്ധിച്ചു കേൾക്കണം. വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്. ദൈവവുമായിട്ട് ആഴമായ ബന്ധമില്ല എങ്കിൽ പോലും ചിലപ്പോൾ, എപ്പോഴുമല്ല, ചിലപ്പോൾ ആത്മീക വരങ്ങൾ സംഭവിച്ചെന്നിരിക്കാം. എന്നാൽ ആത്മീയ ഫലം ഒരുവന് പുറപ്പെടുവിക്കണമെങ്കിൽ ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്ന് മാത്രമേ സാധിക്കുള്ളൂ. ഇത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് പൗലോസ് ആവർത്തിച്ച് പറയുന്നത്, ഒരാൾ അന്യഭാഷ പറയുന്നുണ്ട് എന്ന് വെച്ച്, ഒരാൾ പ്രവചിക്കുന്നുണ്ട് എന്ന് വെച്ച് അത് ആത്മീയതയുടെ മാനദണ്ഡമായിട്ട് എടുക്കരുത്. ചിലപ്പോൾ നമ്മളൊക്കെ പറയും, അന്യഭാഷ വരുന്നുണ്ടെങ്കിൽ എന്നോട് ദൈവം ക്ഷമിച്ചെന്നാ ഉറപ്പുവരുത്താന്ന്. അങ്ങനെയൊക്കെ ചിലർ ചിന്തിക്കാറുണ്ട്. ആത്മീയ വരങ്ങളൊക്കെ എനിക്ക് തരുന്നുണ്ടെങ്കിൽ, പണ്ട് ഒരാൾ എന്നോട് ചോദിച്ചു, മാസ്റ്ററായി പെന്തക്കോസ്തുകാർ നമ്മൾ അന്യഭാഷ പറയുന്നുണ്ട്, എന്നാൽ മറ്റു ചില ഗ്രൂപ്പുകാരും അതുപോലെ തന്നെ അന്യഭാഷയൊക്കെ പറയുന്നുണ്ട്, അത് ശരിയാണോ? ആ അന്യഭാഷ ശരിയാണോ? നമ്മുടെ അന്യഭാഷയല്ലേ ശരി, അവരുടെ അന്യഭാഷ ശരിയാണോ എന്നിങ്ങനെ ഒരാൾ സംസാരിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യം, താങ്കളുടെ അന്യഭാഷ ശരിയാണെന്ന് പറയാനുള്ള കാര്യം എങ്ങനെയാണ്, അവരുടെ അന്യഭാഷ തെറ്റാണെന്ന് പറയാനുള്ള കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞത്, പെന്തക്കോസ്തുകാരുടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കാത്തിരുന്ന് വിശുദ്ധിയൊക്കെ തികഞ്ഞതിന് ശേഷമല്ലേ നമ്മളത് പ്രാപിച്ചത്. അവരങ്ങനെ അല്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, താങ്കൾ വിശുദ്ധിയെല്ലാം തികഞ്ഞതിന് ശേഷം, താങ്കൾ പെർഫെക്റ്റ് ആയതിനു ശേഷമാണോ കർത്താവ് താങ്കൾക്ക് ആത്മീക വരം നൽകിയതെന്ന് ചോദിച്ചു. ഒന്നുകൂടി ചിന്തിച്ചിട്ട് പറഞ്ഞു, അല്ല, ശരിയാ, ഞാൻ തികഞ്ഞവനായോണ്ടും അല്ല, എന്നിൽ വിശുദ്ധിയുടെ കൂടുതൽ കണ്ടിട്ടൊന്നും അല്ല എനിക്ക് അന്യഭാഷയും മറ്റു വരങ്ങളൊക്കെ നൽകിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുറവുകൾ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വരം നൽകി അല്ലേ? അതെ, വരം നൽകി. അങ്ങനെയാണെങ്കിൽ അവരുടെ കുറവുകൾ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് ആ വരം കർത്താവിന് നൽകിക്കൂടെ? അദ്ദേഹം അന്നേരമാണ് ചിന്തിച്ചത്, അത് ശരിയാണല്ലോ. അപ്പൊ ഞാൻ തികഞ്ഞവനാകാതെ തന്നെ എനിക്ക് വരങ്ങൾ നൽകിയെങ്കിൽ അവര് തികഞ്ഞവരാകാതെ അവർക്കും വരങ്ങൾ നൽകിക്കൂടെ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ആത്മീക വരങ്ങൾ ആർക്കാണ് നൽകേണ്ടതെന്നും ഏത് സഭയ്ക്കാണ് നൽകേണ്ടതെന്നും ഒക്കെ കർത്താവിന്റെ കയ്യിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ ആരുടെയും കുത്തകയല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് പെന്തക്കോസ്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് പിടിച്ചു കിട്ടാൻ പറ്റുന്ന ഒരാത്മാവൊന്നുമല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ എവിടെ അയക്കണമെന്നും എവിടെയൊക്കെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കേണ്ടതും ഒക്കെ ദൈവമാണ് തീരുമാനിക്കുന്നത്. അപ്പോ ആത്മീക വരങ്ങളാലല്ല ഒരു മനുഷ്യന്റെ ആത്മീകത തെളിയിക്കപ്പെടേണ്ടത്, മറിച്ച് അതിനർത്ഥം, ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ആത്മീക വരങ്ങൾ നമുക്ക് ഇല്ല എന്നുള്ളതല്ല. നിങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കണം. കാരണം ആത്മീക വരങ്ങൾ നൽകുന്നതിന്റെ ഉദ്ദേശം തികച്ചും വ്യത്യസ്തമാണ്. ആത്മീയ ഫലം, സ്നേഹം തുടങ്ങി ഗലാത്യലേഖനം 5:22 പറയുന്ന ആത്മീയ ഫലം, അതിന്റെ ഒരു ലിസ്റ്റ് കൊണ്ട് അവിടെ കൊണ്ട് നിർത്തണ്ട. പക്ഷെ നമുക്ക് തന്നെ അറിയാം എന്താ ആത്മീയ ഫലം എന്നുള്ളത്. സ്നേഹത്തിൽ അധിഷ്ഠിതമായ, ഏറ്റവും പ്രധാനപ്പെട്ട, അതിനൊരു അംബ്രല ടേമായിട്ട് എടുക്കാമെങ്കിൽ സ്നേഹം തന്നെയാണ്. അപ്പം അടിസ്ഥാനപരമായി ഒരാൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ടോ, ഒരാൾ പരിശുദ്ധാത്മാവിലാണോ നടക്കുന്നത് എന്നറിയാൻ, ഒരാൾ ആത്മീകനാണോ എന്നറിയാൻ ബേസിക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഐഡന്റിറ്റി മാർക്ക് എന്ന് പറയുന്നത് സ്നേഹമാണ്. അതാണ് അതിശ്രേഷ്ഠമായൊരു മാർഗം കാണിച്ചു തരാമെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം, അന്യഭാഷ എന്ന അടയാളമാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് നമ്മൾ തെളിവായിട്ട് കൊടുക്കുന്നത്. പക്ഷെ ബൈബിൾ കൃത്യമായി പറയുന്നത് ആത്മീയ ഫലത്തിന്റെ വളർച്ച ഉണ്ടാകും. സ്നേഹമാണ് വാസ്തവത്തിൽ. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരുവൻ സംഭവിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ പ്രദർശനമാണ്. 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവസ്നേഹം നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെട്ടിരിക്കുന്നു. ആ വാക്യം ഒന്ന് വായിക്കാം. റോമാലേഖനം
5-ാം അധ്യായം അതിന്റെ നിമിഷം നമ്മുടെ 5-ാം അധ്യായം 5-ാം വാക്യം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. റോമർ 5:5. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഇംഗ്ലീഷിൽ, ബിക്കോസ് ദ ലവ് ഓഫ് ഗോഡ് ഈസ് ഷെഡ് അബ്രോഡ് ഇൻ അവർ ഹാർട്ട്സ് ബൈ ദ ഹോളി ഗോസ്റ്റ് വിച്ച് ഈസ് ഗിവൺ അൺടു അസ്. ഇവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ നൽകിയപ്പോ നമ്മൾ പ്രാപിച്ചത് ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തി എങ്ങനെയാണോ നമ്മൾ പ്രാപിക്കുന്നത് അതുപോലെയാണ് ദൈവസ്നേഹം പ്രാപിക്കുന്നത്. ദൈവശക്തി നമ്മൾ പ്രാപിക്കുമ്പോൾ, അല്ലെ, അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി വരുമെന്നാ പറഞ്ഞു, അല്ലെ. അതുപോലെ തന്നെ പൗലൂസ് കൂടെ പറയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? സ്നേഹം വരുമെന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ ലൂക്കോസ് പറഞ്ഞ് മാത്രമേ കേട്ടുള്ളൂ. പൗലൂസ് പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ശക്തി വരും. അതോടൊപ്പം തന്നെ നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ സ്നേഹവും വരും. അപ്പോ ഇനി സ്നേഹമാണ് ഏറ്റവും ഫണ്ടമെന്റലി ആയിട്ട് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ വരങ്ങളുടെ എല്ലാം പ്രദർശനം നടക്കുമ്പോഴും ഇതിനെല്ലാം ബാലൻസ് ചെയ്യുന്നത് സ്നേഹം എന്ന വസ്തുതയിലായിരിക്കണം. അപ്പോ ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. സ്നേഹം എന്ന ഒരു ഫ്രെയിമിലായിരിക്കണം ഈ വരങ്ങളെല്ലാം നമ്മൾ വാഞ്ചിക്കേണ്ടത്. ഒന്നുകൂടെ ഞാനത് ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടു എന്ന് വിശ്വസിക്കുന്നു. സ്നേഹം എന്ന ഫ്രെയിം, ആ ഫ്രെയിമിനകത്തായിരിക്കണം എല്ലാ വരങ്ങളും നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതാണ് 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പൗലോസ് വളരെ കൃത്യമായിട്ട് പറയുന്നത്. സുപ്പീരിയറിറ്റി ഓഫ് ലവ്, സ്നേഹം എന്ന എക്സലന്റ് വേ, അത് ഏറ്റവും ശ്രേഷ്ഠമായ മാർഗമാണെന്ന് പൗലോസ് പറയുകയാണ്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. സ്നേഹത്തെക്കുറിച്ചുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദ നെസസിറ്റി ഓഫ് ലവ്, സ്നേഹത്തിന്റെ ആവശ്യകത അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നു. സ്നേഹത്തിന്റെ ആവശ്യകത അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പ്രാധാന്യം. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. സ്നേഹത്തിന്റെ വിശേഷതകളെ കുറിച്ച് പറയുന്നു. 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ദ സുപ്രീമസി ആൻഡ് ദ പെർമനൻസ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, സുപ്രീമസിയെക്കുറിച്ച്, അതുപോലെ തന്നെ സ്നേഹത്തിന്റെ സ്ഥിരതയെക്കുറിച്ച് പറയുന്നു. പെർമനന്റ് ആണ്, സ്ഥിരമായി നിൽക്കുന്നതാണ്, നിത്യമാണ്, പെർമനന്റ് ആണ്, സ്നേഹം നിത്യമാണ് എന്നുള്ളത്. അപ്പൊ ആ കാര്യത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കും. 13-ാം അധ്യായമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോ ആത്മീക വരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. അന്യഭാഷ എന്ന വരം ഉള്ളതുപോലെ തന്നെ അതിശ്രേഷ്ഠമായ മറ്റു വരങ്ങളുണ്ട്. എന്നാൽ ഈ വരങ്ങളൊന്നും തന്നെ അല്ല നമ്മുടെ ആത്മീകതയുടെ അടയാളമായിട്ട് എടുക്കേണ്ടത്. പിന്നെ നമ്മുടെ ആത്മീകതയുടെ അടയാളമായിട്ട് എടുക്കേണ്ടത് എന്താണ്? പൗലോസ് പറയുന്നത് 1 മുതൽ അതിന്റെ 13-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാണുന്നത് നെസസിറ്റിയാണ്, സ്നേഹത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താ പറയുന്നത് അവിടെ പ്രാധാന്യത്തെ കുറിച്ച്? ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഇതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കുക. 12-ാം അധ്യായത്തിൽ പറഞ്ഞത് അന്യഭാഷ എന്ന ഒരു വരമല്ല, there are ഡൈവേഴ്സ് ഓഫ് ഗിഫ്റ്റ്സ്, ധാരാളം വരങ്ങൾ പരിശുദ്ധാത്മാവിനുണ്ട്. എന്നാൽ അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ പറയാണ്, അന്യഭാഷയല്ല, മറ്റു വരങ്ങളല്ല, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതെന്താണ്? അത് സ്നേഹമാണ്. എന്നിട്ട് പറയാണ്, ആ കോണ്ടക്സ്റ്റ് നിന്നുകൊണ്ട് പറയാണ്, നോക്കൂ, ഇവിടെ ഭാഷാവരത്തെക്കുറിച്ച് പറയുന്നു, പ്രവചനത്തെക്കുറിച്ച് പറയുന്നു, അതുപോലെ തന്നെ പറയാണ്, ഞാൻ എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും എനിക്കുള്ളതെല്ലാം ഞാൻ ദാനം നൽകിയാലും. അപ്പൊ നിങ്ങൾക്കൊരു ചിന്ത വരും, ഓക്കെ, ഭാഷാവരം പോട്ടെ, പ്രവചനം പോട്ടെ, ഒരാൾക്ക് ഉള്ളതെല്ലാം ഒരാൾ ദാനം ചെയ്യണമെങ്കിൽ അയാൾക്ക് സ്നേഹം വേണ്ടേ? അതുപോലെ തന്നെ ഒരാൾ തന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിക്കുകയാണ്, മരിക്കാൻ തയ്യാറാകുന്നു, സ്നേഹത്തിൽ നല്ലത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പൗലോസ് വളരെ കൃത്യമായി പറയുകയാണ്, ഒരാൾക്ക് അയാളുടെ സമ്പത്ത് മുഴുവൻ ദാനം ചെയ്യാൻ പോലും വിത്തൗട്ട് ലവ് ചിലപ്പോൾ അത് സാധ്യമാണ്. നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക,
ഈ പറയുന്നതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, എത്ര വലിയ കാര്യം ചെയ്തെന്ന് പറഞ്ഞാലും, എത്ര ത്യാഗപരമായ കാര്യം ചെയ്തെന്ന് പറഞ്ഞാലും, ഒന്നുകൂടെ പറഞ്ഞാൽ എത്ര നല്ല കാര്യം ചെയ്തെന്ന് പറഞ്ഞാലും, നല്ല കാര്യം അത് സ്നേഹം എന്ന ഫ്രെയിം വർക്കിൽ അല്ലെങ്കിൽ അതെല്ലാം വ്യർത്ഥമെന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കുന്നത് മോശം കാര്യം ചെയ്യരുത്, നമ്മൾ എപ്പോഴും നല്ല കാര്യം ചെയ്യണമെന്നാണ്. അത് നമുക്കറിയാം. തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യരുത്, നമ്മൾ എപ്പോഴും നല്ലത് ചെയ്യണം. പക്ഷെ പൗലൂസിന്റെ തിയോളജി അനുസരിച്ച് നല്ലത് ചെയ്താലും കുഴപ്പമാണ്, നല്ലതും ചെയ്താൽ പോരാ, ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യണം. അവിടെയാണ് ഡിഫറൻസ് ഉണ്ടാകുന്നത്. അന്യഭാഷ പറഞ്ഞാൽ പോരാ, അന്യഭാഷ പറയുന്നത് സ്നേഹം എന്ന ഫ്രെയിം വർക്കിനകത്താണോ അന്യഭാഷ പറയുന്നത്? പ്രവചനം പറഞ്ഞാൽ പോരാ, പ്രവചനം ആ സ്നേഹം എന്ന ഫ്രെയിം വർക്കിനകത്താണോ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ദാനം കൊടുത്താൽ പോരാ, ദാനകർമ്മങ്ങൾ ചെയ്താൽ പോരാ, നന്മ ചെയ്താൽ പോരാ, പക്ഷേ അത് ചെയ്യുമ്പോൾ സ്നേഹത്തിലാണോ, സ്നേഹം എന്ന ഫ്രെയിം വർക്കിനകത്താണോ അത് ചെയ്യുന്നത്? എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിയായിട്ട് മരിച്ചാലും കാര്യമില്ല. ഈ രക്തസാക്ഷിയായിട്ട് മരിക്കുന്നതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണ്? സ്നേഹമാണോ നമ്മളെ അതിനെ പ്രേരിപ്പിക്കുന്നത്? അപ്പൊ അതിനർത്ഥം മരിക്കുന്നവരാരും സ്നേഹമില്ലാതെ മരിക്കുന്ന നല്ല അർത്ഥത്തിൽ പറഞ്ഞത്. പൗലോസ് അങ്ങ് എക്സ്ട്രീമി പറയാണ്, എന്ത് വലിയ കാര്യം ചെയ്താലും, എത്ര ശ്രേഷ്ഠമായ കാര്യം ചെയ്താലും, ആൾക്കാരെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, ആൾക്കാർക്ക് ഗുണമുള്ള നന്മയുള്ള നല്ല കാര്യം ചെയ്താലും നമ്മൾ അത് സ്നേഹത്തിൽ, ചിലപ്പോൾ ആൾക്കാർക്ക് ഗുണം ഉണ്ടാവും, പക്ഷെ നമ്മൾ അത് സ്നേഹത്തിൽ നല്ല ചെയ്യുന്നെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും. ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രശംസയും കിട്ടുന്നില്ല. നമുക്ക് ദൈവസന്നിധിയിൽ പ്രത്യേകിച്ച് ഒരു യോഗ്യതയും ഇല്ല, അല്ലെങ്കിൽ അതുമായിട്ട് ദൈവം നമ്മളെ അത് പ്ലീസ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ആദ്യത്തെ കാര്യത്തില് മൂന്ന് വാക്യങ്ങൾ പറയുന്നത് ഭാഷാപരമുണ്ടെങ്കിലും, പ്രവചനമുണ്ടെങ്കിലും, അതുപോലെ ജ്ഞാനമുണ്ടെങ്കിലും, അതുപോലെ തന്നെ ദാനകർമ്മങ്ങൾ ചെയ്താലും, ത്യാഗപരമായ കാര്യങ്ങൾ ചെയ്താലും, സ്നേഹം എന്ന ഫ്രെയിം വർക്കിൽ അല്ലെങ്കിൽ അതെല്ലാം തന്നെ ശൂന്യമാണ്, വ്യർത്ഥമാണ്. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആത്മീക വരങ്ങളിൽ സമ്പന്നമായ ഒരു സഭയാണ് അവര്. പക്ഷേ എന്നിട്ടും അവരുടെ ഇടയിൽ എന്തുണ്ട്? ഡിവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ധാരാളം മറ്റ് ചെയ്തികൾ അവരുടെ ഇടയിലുണ്ട്. ഇതെല്ലാം നടമാടുകയാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഇടയിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, പക്ഷേ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഈ ബാക്കി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാനുള്ള കാരണം. ബിക്കോസ് യു ലാക്ക് ലവ്, യു മിസ് ലോട്ട് ഓഫ് അതർ തിങ്സ്. നിങ്ങൾക്ക് അന്യഭാഷ ഉണ്ടെന്ന് ചോദിച്ചാലുണ്ട്, പ്രവചനപരം ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്, വരങ്ങളുടെ പ്രദർശനം ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ മിസ് ചെയ്യുകയാണ്. അത് സ്നേഹമാണ് എന്നാണ് പൗലോസ്. ആ സ്നേഹമില്ലായ്മയാണ് ബാക്കി സഭയിലുണ്ടായ മറ്റു പ്രശ്നങ്ങളുടെ എല്ലാം കാര്യമെന്ന് പൗലോസ് അവിടെ സമർത്ഥിക്കുകയാണ്. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ ഈ വരങ്ങളാകട്ടെ, മറ്റെല്ലാ കാര്യങ്ങളുമാകട്ടെ, ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത് ഈ 12ാം അധ്യായം നമ്മൾ കണ്ടു, സഭയെ ഫോർ ദ കോമൺ ഗുഡ്, സഭയുടെ നന്മയ്ക്ക് വേണ്ടി, സഭയെ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി, ദൈവസഭയെ പണിയുന്നതിന് വേണ്ടിയാണ് വരങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഒരു വരമുണ്ടെങ്കിലും, നിങ്ങൾക്ക് മറ്റേതെങ്കിലും വരമുണ്ടെങ്കിലും, സഭയിലുള്ള വിവിധങ്ങളായ വരങ്ങൾ ഓരോരുത്തരും കൊടുത്തിട്ടുള്ളതെല്ലാം തന്നെ സഭയെ പണിയുന്നതിന് വേണ്ടിയാണ്, ഫോർ ദ കോമൺ ഗുഡ്. അതിനർത്ഥം എന്താണെന്നറിയാമോ? എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന വരങ്ങൾ പോലും മറ്റുള്ളവന്റെ ഗുണത്തിന്, കോമൺ ഗുഡിന് വേണ്ടി ഉപയോഗിക്കാൻ പറഞ്ഞാൽ അവിടെ ഞാൻ എൻ്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ് സംഭവിക്കുന്നത്. കാരണം എന്തിനാ ഞാൻ കോമൺ ഗുഡ് ആഗ്രഹിക്കുന്നത്? എൻ്റെ സഭ വളരാൻ ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവർ വളരാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ സ്നേഹത്തിൽ നിന്നാണ് അപ്പൊ ഞാൻ ഒരു വരം കർത്താവിനോട് ചോദിക്കുന്നത്. കർത്താവേ, എനിക്ക് ഇന്ന വരം നീ തരികയാണെങ്കിൽ ഐ ക്യാൻ ബെറ്റർ സെർവ് യുവർ ചർച്ച്, ഐ ക്യാൻ ബെറ്റർ സെർവ് യുവർ പീപ്പിൾ. അപ്പൊ അവിടെ ആദ്യം എന്താ ഉണ്ടാകുന്നത്? ദൈവസഭയോടുള്ള സ്നേഹം ഉണ്ടാകുന്നു, മറ്റുള്ളവരോടുള്ള സ്നേഹം ഉണ്ടാകുന്നു. ആ സ്നേഹത്തിൽ നിന്ന് നമ്മൾ ദൈവത്തോട് വരം ചോദിക്കുന്നു. എന്തിനാ? ആ സ്നേഹം പ്രകടിപ്പിക്കാൻ, ആ സ്നേഹം പ്രദർശിപ്പിക്കാൻ, ആ സ്നേഹം ഓപ്പറേറ്റ് ചെയ്യാൻ. അതാ ഞാൻ ഈ സ്നേഹത്തിന്റെ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ആ സ്നേഹം എന്ന ഫ്രെയിം വർക്കിൽ അല്ലാതെ ഒരാൾ അന്യഭാഷ ചോദിച്ചാൽ, അല്ലാതെ ഒരാൾ പ്രസംഗത്തിലുള്ള വരം ചോദിച്ചാൽ, അല്ലാതെ ഒരാൾ വ്യാഖ്യാനത്തിന്റെ വരം ചോദിച്ചാൽ, അല്ലാതെ ഒരാൾ പ്രവചനത്തിന്റെ വരം ചോദിച്ചാൽ, അല്ലാതെ ഒരാൾ വിശ്വാസത്തിന്റെ വരങ്ങൾ ചോദിച്ചാൽ, അല്ലാതെ ഒരാൾ രോഗശാന്തിയുടെയോ അത്ഭുതങ്ങളുടെയോ വരം ചോദിച്ചാൽ കിട്ടുമായിരിക്കും, ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. പക്ഷേ അതുകൊണ്ട് ദൈവം നമ്മോട് പ്ലീസ് ചെയ്യുന്നില്ല. അവിടെ പറയുന്നത് സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല, മറ്റുള്ളവർക്ക് പ്രയോജനം ചിലപ്പോൾ കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ആത്മീക വരങ്ങൾ
സ്വയമായി നമ്മൾ വിശുദ്ധിയുടെ ബാന്ധാവിൽ അല്ലെങ്കിൽ കൂടി ആത്മീക വരങ്ങളുടെ പ്രദർശനം നമ്മളുടെ സംഭവിക്കുന്നതിന് കാരണം നമുക്ക് ചിലപ്പോൾ പ്രയോജനം കാണില്ല. അതായത് പറഞ്ഞത് കർത്താവ് പറഞ്ഞത്, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. ഭൂതം പുറത്ത് പോയോണ്ടാ ഭൂതങ്ങളെ പുറത്താക്കി എന്ന് പറഞ്ഞു. രോഗികളെ സൗഖ്യമാക്കി. അപ്പൊ രോഗികളെ സൗഖ്യമായി, ഭൂതങ്ങൾ പുറത്തുപോയി. ഇവരുടെ ക്രെഡിറ്റ് കൊണ്ടല്ല, അത് ദൈവാത്മാവ് പ്രവർത്തിച്ചതാ. കർത്താവ് പറയാ, ഭൂതങ്ങൾ പോയി, രോഗികളെ സൗഖ്യമായി, നല്ല കാര്യം, പക്ഷെ ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നാ പറഞ്ഞു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോൾ മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാവും. ഞാൻ പ്രവചിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രയോജനം കാണും. ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ല, അവർക്ക് പ്രയോജനം കാണും, പക്ഷെ എനിക്കൊരു പ്രയോജനം ഉണ്ടാകത്തില്ലെന്നാ പറഞ്ഞു. സി, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അപ്പൊ എനിക്കും മറ്റുള്ളവർക്കും പ്രയോജനം ഉണ്ടാവണമെങ്കിൽ എങ്ങനെയാ ചെയ്യേണ്ടത്? എനിക്കും പ്രയോജനം ഉണ്ടാകണം. ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ കൊണ്ട് മറ്റുള്ളവർക്കും പ്രയോജനം ഉണ്ടാകണമെങ്കിൽ എന്റെ ശുശ്രൂഷകളും ഞാൻ പ്രാപിക്കുന്ന ആത്മീക വരങ്ങളും എല്ലാം സ്നേഹത്തിൽ നിന്ന് മോട്ടിവേറ്റ് ആയിക്കൊണ്ടായിരിക്കണം. നമ്മളൊക്കെ അങ്ങനെയാണോ ആത്മീയ വരങ്ങൾ ആഗ്രഹിക്കുന്നത്? എത്ര പേര് സ്നേഹത്തിൽ നിന്ന് ആത്മീക വരങ്ങൾ ചോദിക്കാറുണ്ട്? എന്നെ കൂടെ ഉൾപ്പെടുത്തി നമ്മളൊന്നൊരു സ്വയപരിശോധന നടത്താൻ വേണ്ടി പറയുക. ഹൗ മെനി ഓഫ് അസ് സീക്ക്, ഡിസയർ ഫോർ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് because we love our community, because we love God's church. ദൈവസഭയെ സ്നേഹിക്കുന്നത് കൊണ്ട്. ഹന്നായൊക്കെ പ്രാർത്ഥിച്ചില്ലേ, കർത്താവ് എനിക്കൊരു മകനെ തരികയാണെങ്കിൽ. വഷളത്വം പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്, വഷളത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ഇസ്രായേലിൽ ന്യായപാലനം ചെയ്യാൻ ആരുമില്ല. കർത്താവ് എനിക്കൊരു മകനെ തരികയാണെങ്കിൽ, ഇഫ് യു ഗിവ് മീ ദാറ്റ് ഗിഫ്റ്റ്, ദാറ്റ് വിൽ ബി എ ബ്ലെസ്സിങ് ഫോർ യുവർ പീപ്പിൾ. ആ ഒരു പ്രാർത്ഥനയാണ് അവിടെ ശമൂവേലിനെ നൽകുവാനായിട്ട് കർത്താവിന് അല്ലെങ്കിൽ പ്രചോദനപ്പെടുത്തി എന്നുള്ളതാണ് അവളുടെ മെന്റാലിറ്റി, അവളുടെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ അവളൊരു ഗിഫ്റ്റ് കർത്താവിനോട് ചോദിക്കുകയാണ്. ആ ഗിഫ്റ്റ് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ബിക്കോസ് ഷീ ലവ്ഡ് ഹെർ പീപ്പിൾ. ഇത് തന്നെയാണ് ഇവിടെ പുതിയ അർത്ഥം. നമ്മൾ എന്ത് വരങ്ങൾ ചോദിച്ചാലും അതെല്ലാം തന്നെ സ്നേഹത്തിൽ നിന്നാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ പറയട്ടെ, ഇന്നെല്ലാം തന്നെ വരങ്ങൾ ഒരാളുടെ ആത്മീയതയുടെ വലിപ്പം കാണിക്കാനും ഒരാളുടെയും അല്ലെങ്കിൽ ഒരാളുടെയോ മറ്റൊരാളുടെയോ പേരും പ്രശസ്തിക്കും പെരുമയ്ക്കും പോപ്പുലാരിറ്റിക്കും ഒക്കെ വേണ്ടിയാണ് നമ്മൾ വരങ്ങൾ ഉപയോഗിക്കുന്നത്. നമ്മൾ മെച്ചപ്പെട്ടവരാണെന്നും നമ്മൾ തികഞ്ഞവരാണെന്നും മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഗിഫ്റ്റ്സ് നമുക്കുണ്ടെന്നും ഒക്കെ കാണിക്കാൻ, സ്നേഹത്തിൽ നിന്നല്ല. ഇപ്പൊ ഗിഫ്റ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സംഭവിക്കുന്നുണ്ടായിരിക്കാം. കാരണം പരിശുദ്ധാത്മാവ് അതിലൂടെ നമുക്ക് പ്രയോജനം ഇല്ലെങ്കിലും അതിലൂടെ മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ട്. ആ പ്രയോജനം കാണാൻ നമ്മൾ ഓർക്കുന്നു, നടക്കുന്നുണ്ട്, കറങ്ങ് നടക്കുന്നുണ്ട്. അതാ പറഞ്ഞത്, ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗി സൗഖ്യമായി, അതുകൊണ്ട് എനിക്ക് പ്രയോജനമില്ല, അവന് പ്രയോജനം ഉണ്ടെന്നാ പറഞ്ഞേ. പോലീസ് പറയാം എനിക്ക് പ്രയോജനമൊന്നുമില്ല. അവിടെ ചെല്ലുമ്പോൾ കർത്താവിനോട് പറയും, നിന്നെ ഞാൻ അറിയുന്നില്ല, അവന് സൗഖ്യം കിട്ടി, അവനെ എനിക്കറിയാം, അത് ഞാനല്ലേ കൊടുത്തത്, നീ അല്ലോ കൊടുത്ത്. ഇത് നമ്മൾ ഒരിക്കലും മണ്ടരായി പോരുത്. അപ്പോ നമ്മൾ എപ്പോഴും ഓർമ്മിച്ചു വെക്കേണ്ടത്, ഞാൻ എപ്പോഴെല്ലാം ആത്മീക വരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അത് സ്നേഹത്തിലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഞാൻ അന്യഭാഷ പറയുന്നത് 4 പേരെ കാണിക്കാനാണോ? പച്ചമലയാളത്തിൽ പറഞ്ഞാൽ എന്റെ ആത്മീയത അതുകൊണ്ട് 4 പേർ അളക്കണമെന്ന് കരുതിയാണോ? ഞാൻ പ്രവചിക്കുന്നത് ഞാൻ ഇനി പുറകിലായി പോകുമെന്ന് പേടിച്ചിട്ടാണോ? ഞാൻ മറ്റു വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്, അത് ചെയ്യുന്നത് എന്താണ് നമ്മുടെ ഇന്റൻഷൻ? ഇഫ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ലവ്, ദൈവം നമ്മളെ ആദരിക്കും, നമുക്കും പ്രയോജനം ഉണ്ടാകും, പറയുന്ന ആൾക്കും പ്രയോജനം ഉണ്ടാകും, കേൾക്കുന്ന ആൾക്കും പ്രയോജനം ഉണ്ടാകും. ഇതാണ് പൗലോസ് അവിടെ കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പം സ്നേഹത്തിൽ നിന്നായിരിക്കണം ഇതെല്ലാം ഉണ്ടാകേണ്ടത്. അപ്പോൾ സ്നേഹം എന്ന ഫ്രെയിംവർക്കിൽ വരങ്ങളെല്ലാം തന്നെ വരണം. വരങ്ങൾ വേണ്ടെന്നല്ല, പക്ഷെ സ്നേഹം എന്ന ഫ്രെയിംവർക്ക് ഉണ്ടാക്കണം. അതാണ് ശ്രേഷ്ഠമായ മാർഗം. ഈ സ്നേഹം എന്ന ഫ്രെയിംവർക്ക് ക്യാൻവാസിനകത്ത് വരയ്ക്കുന്ന പിക്ചറാണ് വരങ്ങളുടെയൊക്കെ പ്രദർശനം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നിൽക്കണം. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ പിക്ചർ ക്യാൻവാസ് ഇവിടെയും പിക്ചറൊക്കെ അവിടെയായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രയോജനമില്ല. ക്യാൻവാസിനകത്ത്, വിത്തിൻ ദാറ്റ് ക്യാൻവാസ്, സ്നേഹം എന്ന ക്യാൻവാസിനകത്ത് പിക്ചർ വരുമ്പോഴാണ് മനോഹരമാകുന്നത്. അപ്പോ അത് കൃത്യമായ രീതിയിൽ നമുക്ക് അലൈൻ ചെയ്യാനായിട്ട് പറ്റണം. ഇനി രണ്ടാമത്തെ കാര്യം പൗലോസ് പറയുന്നത് 4 to 7 ആണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലവ്. അത് ഞാൻ പ്രത്യേകിച്ച് ഇനി വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല, നമുക്കത് വായിച്ചാൽ മനസ്സിലാകുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പൗലോസ് പറയുന്നത്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. അതിനാൽ അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ്, സ്നേഹത്തിന്റെ ഒരുപാട് ക്വാളിറ്റീസ്, ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ പറയുകയാണ്. ഇതിനർത്ഥം ഈ സ്നേഹം ഉണ്ടെങ്കിൽ, ഇപ്പം പൗലൂസ് കൊരിന്ത് സഭയിലുള്ള, നമ്മളിത് വായിച്ചു നോക്കിയാൽ കൊരിന്ത് സഭയിൽ തന്നെ നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇവിടെ പൗലൂസ് എഴുതി കഴിഞ്ഞു ഇതിനോടകം തന്നെ.
അവര് നിഗളിക്കുകയാണ്. അവരുടെ ഇടയിൽ സ്പർദ്ധയുണ്ട്, ഡിവിഷൻ ഉണ്ട്. അവർക്ക് സഹോദരനോട് ക്ഷമിക്കാനായിട്ട് കഴിയുന്നില്ല. ഇതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അവരുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ എല്ലാം തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഒരു മറുമരുന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് പറയുകയാണ്. ഇതിനുള്ള മറുമരുന്ന് എന്ന് പറയുന്നത് ആത്മീക വരങ്ങളിൽ സമ്പന്നരായി തീരുകയല്ല ഇതിനുള്ള മറുമരുന്ന്. അവർ പിന്നെ അങ്ങനെ ചിന്തിക്കുന്നേ. ഇതിനുള്ള മറുമരുന്ന് എന്ന് പറഞ്ഞത് പുറകോട്ട് തിരിഞ്ഞിട്ട് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം, പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുമ്പോൾ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങുന്നു എന്ന ഫണ്ടമെന്റൽ അടിസ്ഥാനപരമായ കാര്യം നിങ്ങൾ പഠിക്കണം എന്ന് പൗലോസോട് പറയുകയാണ്. അപ്പൊ അവരുടെ ഒരു ചിന്താഗതി നമ്മൾ കൂടുതൽ ആത്മീകരാകാൻ കൂടുതൽ വരങ്ങൾ പ്രാപിച്ചാൽ മതി എന്നുള്ളതായിരുന്നു. അപ്പൊ നമ്മൾ കൂടുതൽ വരങ്ങളിൽ ഇങ്ങനെ, അതാണ് പൗലോസ് നേരത്തെ പറഞ്ഞത്, ദൂതന്മാരുടെ ഭാഷകൾ വരെ സംസാരിക്കുന്നു. അത് അവരുടെ ഒരു രീതിയാണ്. അവർ പറയാണ് നമ്മളിപ്പോ രക്ഷിക്കപ്പെട്ട് ഇപ്പൊ ദൂതന്മാരുടെ നിലയിലേക്കൊക്കെ ഉയർന്നു കഴിഞ്ഞു. ദൂതന്മാരുടെ ഭാഷ പോലും നമ്മളിപ്പോ പറയുകയാണ്. അതിനർത്ഥം ഇനിയിപ്പോ നമ്മൾ താഴോട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷെ ദൂതന്മാരുടെ ഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ ദുർനടപ്പ് നടക്കുക. അതിനെ അവർ സഹിക്കുകയും ചെയ്യുന്നു. അതിനെ അവർക്ക് യാതൊരു കുഴപ്പവുമില്ല. ദൂതന്മാരുടെ ഭാഷ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ സഹോദരന് വിരോധമായിട്ട് കോടതി കയറുന്നു. അതിനകത്ത് ഒരു കുഴപ്പവും അവർക്ക് തോന്നുന്നില്ല. അപ്പൊ പൗലോസ് പറയാണ്, നിങ്ങൾക്ക് ആത്മീക വരങ്ങൾ ഇല്ലാത്തതല്ല നിങ്ങളുടെ പ്രശ്നം. ആത്മീക വരങ്ങൾ എത്ര കൂടി എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല. നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളുടെ പരിഹാരം കൂടുതൽ അന്യഭാഷ പറയുകയോ കൂടുതൽ പ്രവചിക്കുകയോ അല്ല. നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കൂടുതൽ ദൈവസ്നേഹം നമ്മൾ ഉണ്ടാകണം എന്ന അടിസ്ഥാനപരമായ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അപ്പം ആ പൗലോസ് അവിടെ പറയുന്ന സ്നേഹത്തിന്റെ വിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം തന്നെ കൊരിന്ത് സഭയിലെ പ്രശ്നങ്ങളുമായിട്ട് സംബന്ധിക്കുകയാണ്. നോക്കൂ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഇതെല്ലാം തന്നെ നോക്കിയേ കൊരിന്ത് സഭയിൽ അവരുടെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അയോഗ്യമായി നടക്കുക, അയോഗ്യമായി അപ്പം കഴിക്കരുത് എന്ന് പൗലോസ് പറയുന്നുണ്ട്. അയോഗ്യരായി നടക്കുക, ആരാധികളായി നടക്കരുത് എന്ന് പൗലോസ് പറയുന്നുണ്ട്. ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ സന്തോഷിക്കുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് അപ്പോ ആ സ്നേഹത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ട് പറയുകയാണ്, ഈ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. ഈ സ്നേഹത്തിനകത്ത് നിങ്ങൾ ഈ ദൈവം നൽകിയിരിക്കുന്ന ആത്മീക വരങ്ങളുടെ ഉപയോഗവും നിങ്ങൾ ചെയ്യണം എന്ന് പൗലോസ് പറയുന്നു. ഇനി അതിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത് ദ സുപ്രീമസി ആൻഡ് പെർമനൻസ് ഓഫ് ലവ് ആണ്. സ്നേഹം എല്ലാറ്റിനേക്കാളും മുകളിലാണ്. അതുപോലെ തന്നെ സ്നേഹം എല്ലാറ്റിനേക്കാളും മുകളിലാകാൻ ഒരു കാര്യം കൂടെ പൗലോസ് പറയുന്നു. സ്നേഹം എല്ലാറ്റിനേക്കാളും മുകളിലാണ് എന്ന് പറയാൻ, എല്ലാറ്റിനേക്കാളും മുകളിലാണെന്ന് പറയുന്നത് ഇവിടെ വരങ്ങളെക്കാളെല്ലാം സ്നേഹം മുകളിലാണെന്നാണ് പൗലോസ് പറയുന്നത്. വരങ്ങളെക്കാളെല്ലാം സ്നേഹം മുകളിലാണ്. എന്തുകൊണ്ടാണ് എല്ലാ വരങ്ങളെക്കാളും ഏറ്റവും മുകളിലാണ് സ്നേഹം എന്ന് പറയാനുള്ള 2 പ്രധാനപ്പെട്ട കാര്യം പൗലോസോടെ പറയുന്നുണ്ട്. 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ പറയാണ്, സ്നേഹം ഏറ്റവും ശ്രേഷ്ഠമാണ്. അതിന് കാരണം എന്താണ്? സ്നേഹം എന്തുകൊണ്ടാണ് സ്നേഹം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത്? 2 കാര്യങ്ങൾ. ഒന്ന്, സ്നേഹം നിത്യമാണ്. ബാക്കി വരങ്ങളൊന്നും നിത്യമല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. സ്നേഹമാണ് ഏറ്റവും വലുത്, സ്നേഹമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയാൻ പൗലോസ് പറയുന്ന 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, സ്നേഹം നിത്യമാണ്. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. 8-ാം വാക്യത്തിൽ കാണുന്നു, സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പിന്നീട് പറയുന്നു, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. ബാക്കി എല്ലാ വരങ്ങളും നീങ്ങിപ്പോകുന്നതാണ്. ഫോർ ഓൾ അതർ ഗിഫ്റ്റ്സ് ആർ ടെമ്പററി, ലവ് ഈസ് എറ്റേണൽ. അപ്പൊ എന്തുകൊണ്ടാണ് സ്നേഹം ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം എന്ന് പൗലോസ് പറയുന്നത്, ഏറ്റവും സുപ്രീം എന്ന് പറയുന്നത്? കാരണം ബാക്കിയെല്ലാം ടെമ്പററി ആണ്, സ്നേഹമാണ് നിത്യം. അതിനർത്ഥം ബാക്കി എല്ലാ വരങ്ങളും നൽകിയിരിക്കുന്നത് ഒരു പ്രത്യേക ടൈം പീരീഡിലാണ്, ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി. എന്താണ് പ്രത്യേക ഉദ്ദേശം? അന്യഭാഷയാകട്ടെ, അന്യഭാഷ പറയുന്നവൻ സ്വയമായി എഡിഫൈ ചെയ്യുന്നു, അല്ലെ? അവൻ ആത്മീക വർധന വരുത്തുന്നു. വ്യാഖ്യാനിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ആത്മീക വർധനയ്ക്ക് കാരണമായി തീരുന്നു. പ്രവചനം മറ്റുള്ളവർക്ക് ആത്മീക വർധനയ്ക്ക് കാരണമായി തീരുന്നു. രോഗശാന്തി വരത്തിലൂടെ മറ്റുള്ളവർക്ക് രോഗശാന്തി ഉണ്ടാകുന്നു. അത് അടയാളമായി മാറുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അല്ലെ? അത്ഭുതങ്ങൾ നടക്കുമ്പോൾ
അതൊരു അടയാളമായി മാറുകയും അനേകർ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം തന്നെ, ഈ വരങ്ങളെല്ലാം തന്നെ, സഭയ്ക്കകത്തുള്ളതാകട്ടെ പുറത്തുള്ളതാകട്ടെ, ഇതെല്ലാം തന്നെ ഒരു പ്രത്യേക ടൈം പീരീഡിൽ കർത്താവിനോട് മനുഷ്യനെ അടുപ്പിക്കാനും കർത്താവിൽ ദൈവസഭയെ വളർത്താനും വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഒരിക്കൽ നിന്നു പോകും. എന്നാ നിന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് നിന്നു പോകുന്നത്? കാരണം കർത്താവ് വീണ്ടും വരുമ്പോൾ, യേശു വീണ്ടും വരുമ്പോൾ നമ്മൾ പൂർണ്ണതയിലേക്ക് പോവുകയാണ്. ദൈവസഭ പൂർണ്ണരായിത്തീരുന്നു. നമ്മുടെ രക്ഷയുടെ പദ്ധതികൾ അവിടെ പൂർത്തീകരിക്കപ്പെടുന്നു. ആ പൂർത്തീകരിക്കപ്പെടുന്ന വേളയിൽ ഇതെല്ലാം ചെയ്യാനായിട്ട്, ഇത് ബിൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച കാര്യങ്ങളൊന്നും പിന്നെ വേണ്ട. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ബിൽഡിംഗ് നമ്മൾ ഉണ്ടാക്കുകയാണെന്ന് കരുതുക. ബിൽഡിംഗ് പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ വീടിന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാം കല്ലും മണ്ണും കാണും. അതുപോലെ തന്നെ നാട്ടിലാണെങ്കിൽ നമുക്കറിയാലോ, ഇങ്ങനെ ഈ മുളയെല്ലാം വെച്ച് കെട്ടി മുകളിലോട്ട് വെച്ച് കെട്ടി, അതേലെ ചിലപ്പോൾ ടാർപ്പാളൊക്കെ വലിച്ചു കെട്ടി, ആൾക്കാർ കണ്ണ് കെട്ടാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കെട്ടി, എന്തെല്ലാം കാര്യങ്ങളല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പും കോലും ഒക്കെ പോയി. കാരണം അവിടെ നിന്ന് സിമെന്റ് തേക്കാനും അതുപോലെ തന്നെ കട്ട കെട്ടാനും ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ധാരാളം എക്യുപ്മെന്റ്സ് അവിടെ ഉണ്ടായിരിക്കും. എന്തിനാണെന്നറിയാമോ? ഈ എക്യുപ്മെന്റ്സ് എല്ലാം ഉപയോഗിച്ച് ക്രെയിൻ ഉണ്ടായിരിക്കും, ക്രഷർ ഉണ്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ അല്ലെ, ധാരാളം മെഷീൻസ് അവിടെ ഉണ്ടായിരിക്കും. ഈ മെഷീനറി എല്ലാം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ, ഈ മെഷീനറി, അപ്പൊ ഈ കമ്പും കോലും ആൾക്കാർക്ക് നിന്ന് പണിയാനുള്ള, അറിയാലോ, ഈ ഏണി പോലെയുള്ള കാര്യങ്ങൾ, കമ്പൊക്കെ വെച്ച് കെട്ടുക, മെഷീന്, ക്രെയിന്, മുകളിലോട്ട് പോകുന്ന ക്രെയിനുകള്, കാര്യങ്ങള്, ഒരുപാട് കാര്യങ്ങൾ. ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഏതെങ്കിലും ബിൽഡിംഗെ പിന്നെ ഇതെല്ലാം കാണുമോ? ഒരു ബിൽഡിങ്ങിലും പിന്നെ ആരും കാണത്തില്ല. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്നേരം മനസ്സിലാക്കും ഇതുവരെ പണി തീർന്നിട്ടില്ല എന്ന് പറഞ്ഞതുപോലെയാണ്, ദൈവസഭയുടെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ, ദൈവസഭ അതിന്റെ തികവിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആ തികവ് വരുന്നത് കർത്താവ് രണ്ടാമത് വരുമ്പോഴാണ്. അതുവരെ ദൈവസഭ പണിയാനുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ മെഷീനറീസ് ആണ് ഈ വരങ്ങൾ എന്നുള്ളത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. പണി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഈ മെഷീനറിയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ ക്രെയിനൊക്കെ നമ്മൾ ദൂരോട്ട് മാറ്റും, എല്ലാ കമ്പും കോലും വലിച്ച് ദൂരോട്ട് കളയും, ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലീൻ ആക്കും. കാരണം ബിൽഡിംഗ് കംപ്ലീറ്റ് ആയി. അപ്പൊ ആത്മീക വരങ്ങൾ, അന്യഭാഷ അടക്കമുള്ള എല്ലാ വരങ്ങളും ടെമ്പററി ആണ്, അതൊരിക്കൽ നിന്നു പോകും. എന്നാൽ ബ്രദറൻ കണ്ടുപിടുത്തം അനുസരിച്ച്, ബ്രദറൻ വിശ്വാസം അനുസരിച്ച് അവിടെയാണ് നമ്മൾ അവരുമായിട്ട് വിയോജിക്കുന്നത്. അവര് പറയുന്നത്, നമ്മൾ ഒരു വേദഭാഗം വായിക്കാൻ, സംശയം അങ്ങ് ദൂരീകരിച്ച് അങ്ങ് പോകാം. അവരുടെ അർത്ഥം 9ാം വാക്യം, അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഈ 10ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ തിയോളജി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ്? പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. ഇവിടെ അംശമായതെന്ന് പറഞ്ഞ എന്തൊക്കെയാണ്? നേരത്തെ അവിടെ പറഞ്ഞു. എന്താണ് അംശമായി പറയുന്നത്? പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും, അംശമായി മാത്രം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. അപ്പോ നേരത്തെ പറഞ്ഞ സ്നേഹം ഒഴികെയുള്ള ബാക്കിയെല്ലാം അംശമായതാണ്, പാർഷ്യലാണ്. പാർഷ്യൽ എന്ന് പറഞ്ഞാൽ ടെമ്പററി ആണ് എന്നാണ് അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് ടെമ്പററി എന്ന് പറഞ്ഞാൽ? ഒരു ബിൽഡിംഗ് പണിയാൻ ഉപയോഗിക്കുന്ന മെഷീനറി എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ സഭ പണിയാൻ ഉപയോഗിക്കുന്ന മെഷീനറീസ് ആണ് ഈ കൃപാവരങ്ങളെല്ലാം തന്നെ. കാരണം എഡിഫിക്കേഷന് വേണ്ടിയാണ്, ആൾക്കാരെ മെച്യൂരിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ശുശ്രൂഷകളെല്ലാം തന്നെ. അപ്പോ പൂർണ്ണമായത് വരുമ്പോൾ ഇതെല്ലാം നീങ്ങിപ്പോകും. ബ്രദറൻ ചിന്താഗതി അനുസരിച്ച് പൂർണ്ണമായതെന്ന് പറഞ്ഞാൽ ബൈബിൾ എന്നാണ് അവർ പറയുന്നത്. ബൈബിൾ ക്രോഡീകരണം സംഭവിച്ചു 4ാം നൂറ്റാണ്ടിൽ, 5ാം നൂറ്റാണ്ടിൽ കാലഘട്ടത്തിൽ. പുതിയ നിയമവും പഴയ നിയമവും എല്ലാം ഉൾപ്പെടെയുള്ള ബൈബിൾ കാനോൻ പൂർത്തീകരിച്ചു, ബൈബിൾ അച്ചടിച്ച് കിട്ടി. അപ്പൊ അവർക്ക് തന്നെ കൃത്യമായ അറിവില്ല എന്നാണെന്നുള്ളത്. അവര് സാധാരണഗതിയിൽ പറയുന്നത്, ഒന്ന് ബൈബിൾ കൈ കിട്ടിയപ്പോഴാണെന്നും, ചിലര് പഠിപ്പിക്കുന്നത് വെളിപ്പാട് പുസ്തകം എഴുതി അവസാനിപ്പിച്ചപ്പോഴാണ് ഈ അംശമായത് നിന്നുപോവുകയും പൂർണ്ണമായത് വരികയും ചെയ്യും. അപ്പൊ അവർക്ക് തന്നെ ഉറപ്പില്ല എന്നാന്നുള്ളത്. ഇപ്പൊ സാധാരണ ഡിബേറ്റുകളൊക്കെ പെന്തക്കോസ്ത് വിശ്വാസ സംരക്ഷകർ ചോദിക്കാറുണ്ട്, ആ അംശമായത് നീങ്ങിപ്പോയ ഡേറ്റ് ഒന്ന് പറയാവോ? അപ്പോ കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാലോ അവിടെ നിന്നാണ് പിന്നെ പൂർണ്ണമായത് വന്നതെന്ന് മനസ്സിലാക്കാൻ. അപ്പൊ അവർക്ക് തന്നെ ഒരു സംശയമുണ്ട്, എന്നാണ് ഈ പൂർണ്ണമായത് വന്നതെന്നുള്ളത്. ചിലർ പഠിപ്പിക്കുന്ന വെളിപ്പാട് പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ പൂർണ്ണമായത് വന്നു, കാരണം വേദപുസ്തകം കൈ കിട്ടിയില്ലെങ്കിലും എഴുതി തീർത്തല്ലോ, അതുകൊണ്ട് അതാണ് പൂർണ്ണമായത്. ചിലർ പറയുന്നത് അങ്ങനെയല്ല, ബൈബിൾ എല്ലാവരുടെയും കൈ കിട്ടിയപ്പോഴാണ് കാനോൻ പൂർത്തീകരിച്ചു, സഭ 39 പുസ്തകങ്ങൾ 27 പുസ്തകങ്ങളുമായി ബൈബിൾ പൂർത്തീകരിച്ചു അല്ലെങ്കിൽ ക്രോഡീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് പൂർണ്ണമായത് വന്നത്. എന്നാൽ ഈ വചനത്തോട് നീതി പുലർത്തിക്കൊണ്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് എത്ര വളരെ ഫൂളിഷ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ.
അതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കുന്ന ഒരു തുലവും കുറവാണ്. ഇന്നും ബ്രദറൻ ബാപ്റ്റിസ്റ്റ് റിഫോംഡ് ചർച്ചുകളിലൊക്കെ തിയോളജിൻസ് എല്ലാം തന്നെ, അല്ലെങ്കിൽ വിശ്വാസ സംരക്ഷകരും അവര് വചന പണ്ഡിതന്മാരൊക്കെ തന്നെ അത് ആ പറയുന്ന കാര്യത്തോട്, ഇതിനെ സെസേഷനിസം എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. സെസേഷനിസം എന്ന് പറഞ്ഞാൽ നിന്നുപോയി, നിലച്ചുപോയി എന്നാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇന്ന് സെസേഷനിസ്റ്റുകൾ വളരെ കുറവാണ്, നിലച്ചുപോയി എന്ന് പഠിപ്പിക്കുന്നവർ വളരെ കുറവാണ്. അവരുടെ ഇടയിൽ തന്നെ ആ ഒരു ഓപ്പൺനെസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം അവർക്ക് തന്നെ അറിയാം പൂർണ്ണമായത് വന്നു എന്നുള്ളത് ബൈബിൾ ആണ് എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, പൂർണ്ണമായത് എന്നുള്ളത് ബൈബിളിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്, ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ്. അത് പറയാനായിട്ട് വീണ്ടും തെളിവ് അവിടെ തന്നെ ഉണ്ട്. 12-ാം വാക്യത്തില്, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ഈ അപ്പോൾ എന്ന് പറയുന്നത് അവിടെ നിന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നാം മുഖാമുഖമായി കാണും, കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും എന്ന് പറയുമ്പോൾ തന്നെ അത് ബൈബിൾ വരുന്ന കാര്യത്തെക്കുറിച്ചല്ല എന്ന് വളരെ കൃത്യമാണ്. അത് യേശുവിനെ മുഖാമുഖമായി കാണുന്നതും നമ്മുടെ അരിമമണവാളനുമായിട്ടുള്ള ദൈവസഭയുടെ കൂടിക്കാഴ്ചയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ യാതൊരു സംശയമില്ലാതെ വളരെ വ്യക്തവും വളരെ വസ്തുനിഷ്ഠവുമായി നമുക്ക് സമർത്ഥിക്കുവാനായിട്ട് കഴിയും. അംശമായത് നീങ്ങിപ്പോകുന്നത്, പാർഷ്യലായിട്ടുള്ളത്, ടെമ്പററി ആയിട്ടുള്ളത് നീങ്ങിപ്പോകുന്നത് once this building is complete, once the church of God is complete. പാർഷ്യൽ ആയിട്ടുള്ള എല്ലാ വരങ്ങളും നീങ്ങിപ്പോകും. കാരണം അതെല്ലാം ബിൽഡിംഗ് പണിയാൻ, കൺസ്ട്രക്ഷൻ ഉള്ള മെഷീനറീസ് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം നിന്നു പോകും. അപ്പോൾ കർത്താവ് വരുമ്പോൾ ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ പൗലോസ് പറയുന്ന ഒന്നാമത്തെ കാര്യം, സ്നേഹത്തിലാണ് നമ്മൾ വസിക്കേണ്ടത്, സ്നേഹമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നുള്ളത് 8-ാം വാക്യത്തിന് 1-ാം വാക്യം 8-ാം വാക്യം ഒന്നുകൂടെ വായിക്കുന്നു, സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുന്നില്ല. ദ ലവ് നെവർ ഫെയിൽസ്, അല്ലെങ്കിൽ ലവ് നെവർ ഫെയ്ഡ്സ്, ലവ് നെവർ പാസസ് എവേ. സ്നേഹം ഒരിക്കലും അറ്റുപോകുന്നില്ല, നിന്നു പോകുന്നില്ല, ബാക്കിയെല്ലാം നിന്നു പോകും. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കുക, ഇപ്പോൾ നിലവിലുള്ളതും പിന്നീട് നിന്നു പോകുന്നതുമായ കാര്യങ്ങളാണ് പ്രവചനവരം, വ്യാഖ്യാനവരം, ബാക്കി എല്ലാ വരങ്ങളും, അന്യഭാഷ വരം. ഇപ്പോൾ ഉണ്ട്, എന്നാൽ പിന്നീട് നിന്നു പോകും. സ്നേഹം ഇപ്പോൾ ഉണ്ട്, അതൊരിക്കലും നിന്നു പോകുകയുമില്ല. അത് നിത്യതയുടെ പ്രത്യേകതയായിട്ട്, അല്ലെങ്കിൽ നിത്യതയുടെ ഏറ്റവും വലിയ എന്താ പറയുക, ഇറ്റേണിറ്റിയുടെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് സ്നേഹം ഈസ് സുപ്രീം, ഏറ്റവും മുകളിൽ സ്നേഹമായിരിക്കണം. സ്നേഹത്തിന്റെ കാഴ്ചപ്പാടിലായിരിക്കണം ഇതെല്ലാം ചെയ്യുന്നത്. വരങ്ങൾ കൂടുതൽ നമുക്കുണ്ടെങ്കിൽ, കൂടുതൽ വരങ്ങൾ നമ്മൾ വാഞ്ചിക്കുന്നുണ്ടെങ്കിൽ, കൂടുതൽ വരങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒന്നുകൂടെ ഓർത്തോണം, എൻ്റെ ഉള്ളിൽ സ്നേഹം കൂടണം. സ്നേഹത്തിലൂടെ ആയിരിക്കണം ഞാൻ ഇതെല്ലാം ആഗ്രഹിക്കേണ്ടതും ഇതെല്ലാം ചെയ്യേണ്ടതും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, സ്നേഹത്തിൽ നിന്നാണോ ഞാൻ വരങ്ങൾ ആഗ്രഹിക്കുന്നത്, സ്നേഹമാണോ എന്നെ കൂടുതൽ വരങ്ങൾ ആഗ്രഹിക്കാൻ പ്രേരിപ്പിക്കുന്നത്? അത് മാത്രമല്ല, പ്രാപിച്ചിരിക്കുന്ന വരങ്ങൾ ഞാൻ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നതും സ്നേഹത്തിനകത്തു നിന്നാണോ? കാരണം ലവ് ഈസ് സുപ്രീം. കാരണം ബാക്കിയെല്ലാം ടെമ്പററി ആയിട്ട് നീങ്ങിപ്പോകുന്നതാ, സ്നേഹം ഒരിക്കലും തീർന്നു പോകുന്നില്ല. അപ്പൊ സ്നേഹമാണ് ആത്മീയതയുടെ പ്രത്യക്ഷമായ അടയാളം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് പ്രാപിച്ചെന്നുള്ള പ്രത്യക്ഷമായ അടയാളം ഒന്നേ ഉള്ളൂ. അന്യഭാഷ പറഞ്ഞാൽ അവൻ പരിശുദ്ധാത്മാവ് കിട്ടി, പിന്നെ ഒന്നും നോക്കണ്ട. പക്ഷേ പൗലൂസിന്റെ വാക്കനുസരിച്ച്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച്, ഈ ടെമ്പററി ആയിട്ടുള്ളത് ഒന്നുമല്ല അടയാളമായിട്ട് എടുക്കേണ്ടത്. ഇല്ല എന്നല്ല, അതല്ല അടയാളം, മാർക്ക്. ദാറ്റ് ഈസ് നോട്ട് ദ മാർക്ക്. ദ ഐഡന്റിറ്റി ഈസ് ലവ്, പ്യുവർ ലവ് ഓഫ് ഗോഡ്, ദൈവ സ്നേഹം. അത് പരിശുദ്ധാത്മ വന്നപ്പോൾ നമുക്ക് നൽകി എന്ന് നമ്മൾ റോമർ 5:5 വായിച്ചു അല്ലേ? പക്ഷെ എവിടെയോ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം മാത്രമേ നമ്മുടെ തലയിലുള്ളൂ. റോമർ 5:5 നമ്മുടെ തലയിലില്ല. പരിശുദ്ധാത്മ വരുമ്പോൾ ശക്തി ലഭിച്ചു എന്നുള്ളത് നമ്മുടെ തലയിലുണ്ട്. ഞാനത് പറയാത്തതിന്റെ കാരണം പെന്തക്കോസ്തരെ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. നമുക്കത് അറിയാം, അതിന് പ്രാധാന്യം ഉണ്ട് താനും. ഇത് ബ്രദറുകാരാണ് പറഞ്ഞതെങ്കിൽ ഞാൻ നേരെ തിരിച്ചു പറഞ്ഞേനെ. കാരണം അവര് 5:5 മാത്രമേ അവർ കണ്ടുള്ളൂ. അവരുടെ വിഷയം അവര് അപ്പോസ്തല പ്രവൃത്തി 2 കാണുന്നില്ല. അപ്പൊ അവരോട് പറയുമ്പോൾ നമുക്ക് നേരെ തിരിച്ചു പറയണം. പെന്തക്കോസ്തരായി നമുക്ക് പറയുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ പെന്തക്കോസ്തരായതുകൊണ്ട് ഞാൻ അത് നമ്മൾ എംഫസൈസ് ചെയ്യാത്ത കാര്യം എംഫസൈസ് ചെയ്യുന്ന കാര്യം അതുകൊണ്ടാണ്. മറ്റതിനെ തള്ളിപ്പറയല്ല, മറ്റത് അത്യാവശ്യമാണ്. നമുക്കത് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറയാതെ വിടുന്നത്. അവരോട് പറയുമ്പോൾ നമുക്ക് അവർക്കറിയാത്ത നമ്മൾ പറയണം. അപ്പോ നമ്മൾ വായിക്കുന്നത് റോമർ 5:5, പരിശുദ്ധാത്മാവിന്റെ സ്നേഹം ഉണ്ടാവും, ദൈവസ്നേഹം ഉണ്ടാവും, സ്നേഹത്തിന്റെ പ്രദർശനം ഉണ്ടാവും.
ഇനി രണ്ടാമത്തെ കാര്യം, പൗലൂസ് രണ്ടാമത്തെ കാര്യം പറയാണ് എന്തുകൊണ്ടാണ് സ്നേഹം ഏറ്റവും ശ്രേഷ്ഠം. ഒന്ന്, അത് പെർമനന്റ് ആണ്, നീങ്ങിപ്പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം 13-ാം വാക്യത്തിലാണ്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്ന് നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്ന് നിലനിൽക്കുന്നു. ഈ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ശ്രദ്ധിച്ചു കേൾക്കാം. ഞാൻ ഇതോടെ പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കാം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്ന് കാര്യങ്ങളാണ് ക്രിസ്തീയതയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യൻ ബേസിക് എന്ന് പറഞ്ഞാൽ, ക്രിസ്തീയതയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളാണ്. എപ്പോ ചോദിച്ചാലും നമ്മൾ പറയണം. എന്താണ്? വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള പ്രത്യാശ, അതുപോലെ തന്നെ ദൈവസ്നേഹം. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ? വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരാൾ രക്ഷിക്കപ്പെടുന്നത് മുതൽ ഇങ്ങോട്ട് വിശ്വാസം വേണം. ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതിൽ ഉള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, അല്ലെ? അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുക, അതുമാത്രമല്ല ദൈവത്തിലുള്ള ആശ്രയം നമുക്ക് വേണം. ദൈവം എന്നോട് ക്ഷമിക്കുമെന്നുള്ളൊരു വിശ്വാസം, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ആശ്രയം, ദൈവം എന്നോട് പുറത്തിരിക്കുന്നു എന്നുള്ള ആശ്രയം, വിശ്വാസം. ആ വിശ്വാസത്തെ ആശ്രയം എന്ന് കൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ വിശ്വാസമുണ്ട്. ഇനി എന്താണ് പ്രത്യാശ? പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നതിനെ കുറിച്ചുള്ളതാണ്. ഇപ്പോൾ ഞാൻ കർത്താവിൽ വിശ്വസിച്ചിരിക്കുന്നു, ദൈവം എന്റെ പാപങ്ങൾ മോചിച്ചു, എന്നെ സ്നേഹിച്ചിരിക്കുന്നു, ഞാൻ ദൈവസഭയുടെ ഭാഗമായി, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതെല്ലാം വിശ്വാസത്തിലാണ്. പക്ഷെ എന്റെ മുൻപോട്ടുള്ള ജീവിതം പോകുന്നത് പ്രത്യാശയില്ല. ഇന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട്, വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു പ്രത്യാശയുണ്ട്. ഇനി എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതിനോട് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അതാണ് എന്റെ പ്രത്യാശ. അപ്പൊ വിശ്വാസം എന്നുള്ളത് കുറെ കൂടെ പുറകോട്ട് തിരിഞ്ഞു നോക്കലാണ്. എന്താണ് പുറകോട്ട് തിരിഞ്ഞു നോക്കൽ? ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. പ്രത്യാശ എന്നുള്ളത് മുൻപോട്ട് നോക്കലാണ്. എന്താണ് മുൻപോട്ട് നോക്കൽ? എനിക്ക് വേണ്ടി കർത്താവ് വീണ്ടും വരുന്നുണ്ട് എന്നെ ചേർക്കാനായിട്ട്, ഞാൻ അവനെ പോലെ ആയിത്തീരും. സ്നേഹം, വിശ്വാസത്തെയും പ്രത്യാശയും താങ്ങി നിർത്തുന്നത്, ക്രിസ്തു എനിക്ക് വേണ്ടി വന്നത് എന്തുകൊണ്ടാ? എന്നെ സ്നേഹിച്ചത് കൊണ്ടാ. ക്രിസ്തുവിന് എനിക്ക് വേണ്ടി വരാൻ പോകുന്നത് എന്തുകൊണ്ടാ? എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാ. അപ്പൊ വിശ്വാസത്തെയും പ്രത്യാശയും താങ്ങി നിർത്തുന്നത് എന്ത് തന്നെയാ? സ്നേഹം തന്നെയാണ്. ഇനി നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിച്ചാലും നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും അവിടെ, വിശ്വാസവും പ്രത്യാശയും അവിടെ അവസാനിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവിടെ വിശ്വാസത്തിന്റെ ആവശ്യം വരുന്നില്ല, അവിടെ പ്രത്യാശയുടെ ആവശ്യവും വരുന്നില്ല. കാരണം എന്താ പ്രത്യാശ? ഭാവിയിൽ സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു, പിന്നെ പ്രത്യാശയൊന്നുമില്ല. കാരണം അതിനുവേണ്ടി നമ്മൾ കാത്തിരുന്നത്. ആ പ്രത്യാശ വന്നു കഴിയും അന്നേരം. അപ്പൊ പ്രത്യാശ അവിടെ കൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം എന്നതിനേക്കാൾ ഉപരി നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്യുന്നതിലുള്ള വിശ്വാസം, ചെയ്തതിലുള്ള വിശ്വാസം, ആ വിശ്വാസമാണ് നമ്മൾ നീതിയിരിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ആ വിശ്വാസവും പൂർത്തീകരിക്കപ്പെടും. പിന്നീട് എറ്റേണിറ്റി നടക്കുന്നത്, ശ്രദ്ധിച്ചു കേൾക്കുക, പിന്നെ നിത്യത അങ്ങോട്ട് സഞ്ചരിക്കുന്നത്, നിത്യതയിൽ ഓരോ ദിവസവും നമ്മൾ കഴിഞ്ഞുകൂടുന്നത് വിശ്വാസത്തിലും പ്രത്യാശയിലും അടിസ്ഥാനപ്പെടുത്തിയല്ല. കർത്താവെ, ഞാൻ ഇതുവരെ വന്നത്, ഇപ്പോൾ നിൽക്കുന്നത്, ഇനി അങ്ങോട്ട് സഞ്ചരിക്കുന്നത് എല്ലാം അങ്ങയുടെ സ്നേഹമാണല്ലോ. ദൈവസ്നേഹം. ദൈവമക്കൾ ഒന്നുകൂടെ പറയട്ടെ, നിത്യതയെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പോകുന്നത് ഒറ്റ കാര്യമുള്ളൂ. ഒറ്റ കാര്യമാണ് നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോൾ കാണാൻ പോകുന്നത്. അല്ലെങ്കിൽ ആ വരുവാനുള്ള നിത്യതയിൽ, ഭാവികാല നിത്യതയിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരൊറ്റ കാര്യമുള്ളൂ: സ്നേഹം. അതെങ്ങനെയൊക്കെ കാണുന്നു അറിയാമോ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സ്നേഹം, അതുപോലെ തന്നെ ക്രിസ്തുവും ദൈവസഭയുമായിട്ടുള്ള സ്നേഹം. സ്നേഹത്തിന്റെ ഒരു ക്ലൈമാക്സ് ആണ് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ സ്വർഗം എന്ന് പറഞ്ഞാലും നിത്യത എന്ന് പറഞ്ഞാലും, നമ്മൾ പെട്ടെന്ന് സ്വർഗം എന്നൊക്കെ തേനും പാലും ഒക്കെ ഒഴുകുകയും, അതുപോലെ തന്നെ പിന്നെ ആപ്പിൾ അതിലെ പറിക്കാൻ നമ്മൾ പോവുകയും, പിന്നെ നമ്മളിങ്ങനെ ചിറക് മുളയ്ക്കുകയും, നമ്മളിങ്ങനെ പറന്ന് കിടക്കുകയും, ഇതൊക്കെയാണ് നമ്മുടെ ചിന്താഗതിയിലേക്ക് പെട്ടെന്ന് വരുന്നത്, അല്ലേ? അവിടെ ചെല്ലുമ്പോഴത്തേന്, അല്ലെ, നദിയുണ്ട്, ഇങ്ങനെ സ്വർണ്ണ തെരുവുതിലൂടെ ഞാനിങ്ങനെ നടക്കും, പിന്നെ നമുക്ക് ചിറക് മുളയ്ക്കും. പണ്ടാരാണ്ട് പറഞ്ഞു ഇസ്രായേലിലൊന്നും ഞാൻ പോയിട്ടില്ല, ഇനി അവിടെ ചെല്ലുമ്പോഴത്തേന് ഇസ്രായേലിൽ പോകാം. നമ്മുടെ ചിന്ത ഇപ്പോഴും ഇങ്ങനെയൊക്കെയാ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് ഇതൊന്നും അല്ല. അവിടെ വരുമ്പോൾ നമുക്ക് പ്രത്യേകതയായിട്ട് വരും. നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഇതൊന്നും അല്ല. സ്നേഹത്തിന്റെ സമ്പൂർണത, ദ ക്ലൈമാക്സ് ഓഫ് ലവ്, ദ സുപ്രീമസി ഓഫ് ലവ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും സ്നേഹത്തിന്റെ കംപ്ലീറ്റ്നെസ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ തമ്മിലുള്ള സ്നേഹം. നമ്മളിപ്പോ എത്ര സ്നേഹിച്ചെന്ന് പറഞ്ഞാലും കർത്താവ് പറഞ്ഞത് നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? നമ്മളെ പോലെ. എവിടെ അയൽക്കാരനെ പോയിട്ട് എന്നെ പോലെ നമ്മുടെ അടുത്തുള്ള ആളെ പോലും സ്നേഹിക്കാൻ, നമ്മുടെ കുടുംബത്തിലുള്ള ആളെ പോലും സ്നേഹിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. അയൽക്കാരന്റെ കാര്യം വിട്ടുകളാ. കർത്താവ് പറഞ്ഞത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ
എന്നിട്ട് പറഞ്ഞ കഥയൊക്കെ എന്ന് പറഞ്ഞാൽ, അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞ കഥയൊക്കെ എന്ന് പറഞ്ഞാൽ ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ശത്രുക്കളെ സ്നേഹിക്കുക. അപ്പൊ നമുക്കത് സാധിച്ചിട്ടില്ല. എന്നാൽ അത് സാധിക്കുന്ന ഒരു സമയമുണ്ട്. അതാണ് നിത്യത. എനിക്ക് എന്നെപ്പോലെ എന്റെ സഹോദരനെ സ്നേഹിക്കാൻ, എനിക്ക് എന്നെപ്പോലെ ഞാൻ എന്നെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതിനേക്കാൾ ഒരു പടി കൂടുതൽ മറ്റുള്ളവനെ സ്നേഹിക്കാനും ദൈവത്തെ സ്നേഹിക്കാനും സാധിക്കുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് നിത്യത. ഇതൊന്നും കേട്ടാൽ നമുക്ക് വലിയ സന്തോഷമൊന്നും വരത്തില്ല. നമ്മളവിടെ ചെന്ന് ആപ്പിൾ പറിച്ച് കഴിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ചിറകൊക്കെ മുളച്ച് അതുപോലെ തന്നെ സ്വർണം വിരിച്ച തെരുവീതിയിലൂടെ നടക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഇരിക്കുക. ഈ പാസ്റ്റർ എന്താ പറയുന്നത്, അവിടെ ചെല്ലുമ്പോഴത്തേന് സ്നേഹിക്കാനാ നമ്മൾ പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ, അതെ, ദൈവസ്നേഹമാണെന്നും സ്നേഹത്തിന്റെ സമ്പൂർണ്ണതയാണ് അവിടെ നടക്കാൻ പോകുന്നത്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാന്നൊക്കെ തന്നെ കർത്താവ് പഠിപ്പിച്ചത് കർത്താവിന് അറിയാം. ഇവന്മാരെ കൊണ്ട് ഈ ഭൂമിയിൽ എന്തായാലും അതിന്റെ പൂർണ്ണമായ തലത്തിൽ നടക്കാൻ പോകുന്നില്ല. അപ്പൊ അത് ചുമ്മാ പറഞ്ഞാണെന്ന് വെച്ചാൽ അല്ല, ദൈവരാജ്യത്തിന്റെ മാനിഫെസ്റ്റോയാ അത് പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ തത്വങ്ങളാ പറഞ്ഞു. ആ ദൈവരാജ്യം പൂർണ്ണമായ അർത്ഥത്തിൽ ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ ആ നിലവാരത്തിലേക്ക് ഞാൻ നിങ്ങൾ ഉയർത്തപ്പെടും. എനിക്കിന്ന് എന്നെപ്പോലെ എന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ ഞാൻ ആയിട്ടില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ മെച്യൂരിറ്റിക്ക് വളരുന്നത്, അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് ഈ വരങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്, അതിലേക്കാണ് നമ്മൾ വളരുന്നത്. പക്ഷെ അന്ന് എനിക്ക് എന്നെപ്പോലെ എന്റെ സ്നേഹിതനെ, എന്നെപ്പോലെ എന്റെ ശത്രുവിനെ, എന്നെപ്പോലെ എന്റെ അയൽക്കാരനെ, ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റും. അതാണ് പറഞ്ഞത്, സ്നേഹം ഒരിക്കലും ഉതിർന്നു പോകുന്നില്ല. ബാക്കിയെല്ലാം നിന്നു. ഒരു കാര്യം പറഞ്ഞാൽ, പ്രവചനപരമാകട്ടെ, സഭയാകട്ടെ, ശുശ്രൂഷകന്മാരാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, ടീച്ചേഴ്സ് ആകട്ടെ, പാസ്റ്റേഴ്സ് ആകട്ടെ, ഇവരെല്ലാവരും നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവസഭയെ പണിഞ്ഞ് സ്നേഹിക്കാൻ പ്രാപ്തരാക്കി മാറ്റി നിത്യതയിൽ സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനുമുള്ള മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ വളരാനാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അത് അടുത്ത അധ്യായം പറയുമ്പോൾ വളരെ കൃത്യം ഒന്നുകൂടെ പറയാം. അതാണ് ശ്രേഷ്ഠമായ ഒരു മാർഗം എന്ന് പറഞ്ഞു. ദ ട്രൂ വേ ഇസ് ദ വേ ഓഫ് ലവ്. നമ്മൾ ആ പാതയിൽ, സ്നേഹത്തിന്റെ പാതയിലാണ് സഞ്ചരിക്കുന്നത്. ഇനി 14-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പെർസ്യൂ ലവ് എന്നാ പറയുന്നത്. പെർസ്യൂ ലവ്, സ്നേഹത്തെ പിന്തുടർന്ന് പിടിക്കുക. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം ആ വാക്കിനെ കുറിച്ച്. സ്നേഹത്തെ പിന്തുടർന്ന് പിടിക്കുക. അപ്പൊ നമ്മൾ പിന്തുടർന്ന് എന്തിനെ പിടിക്കാനാ? നമ്മുടെ ഗോൾ എന്തുവാണ്? നമ്മൾ പെർസ്യൂ ചെയ്യുന്ന എന്തുവാണ്? നമ്മൾ പിന്തുടർന്ന് എന്തുവാണ്? പോപ്പുലാരിറ്റി അല്ല, ഫെയിം അല്ല. നമ്മൾ പെർസ്യൂ ചെയ്യുന്നത് ആത്മീക വരങ്ങളല്ല, നമ്മൾ പെർസ്യൂ ചെയ്യുന്നത് സ്നേഹമാണ്. സോ മൈ ടാർഗറ്റ്, മൈ ഗോൾ, ക്രിസ്ത്യൻ ലൈഫിന്റെ എന്റെ ഗോൾ എന്ന് പറയുന്നത് സ്നേഹിക്കണം. എനിക്ക് സ്നേഹിക്കാൻ കഴിയണം. ആ ഗോളാണ്, അതാണ് മാർഗം. അതിലൂടെ പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ആ പെർസ്യൂ ചെയ്യുന്ന സമയത്ത് അതിനെ സഹായിക്കാൻ വരുന്ന കാര്യങ്ങളാണ് കൃപാവരങ്ങൾ. പക്ഷെ നമ്മുടെ പ്രശ്നം, കുറച്ച് കഴിഞ്ഞപ്പോൾ കൃപാവരം വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഗോള്, സ്നേഹം എന്നുള്ള ഗോള് മാറ്റി പിന്നെ കൃപാവരമായി നമ്മുടെ ഗോള്. ഇനി എനിക്ക് പ്രവചിക്കണം, ഇനി എനിക്ക് അന്യഭാഷ പറയണം, ഇനി എനിക്ക് അത് ചെയ്യണം. അയ്യോടാ, സ്നേഹിക്കാൻ പോകുന്ന പോക്കിൽ സ്നേഹം എന്ന ഗോളിനെ ടാർഗറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോ അതിനെ സഹായിക്കാൻ വരുന്നവരാണ് നമ്മൾ. ഈ മാരത്തോണൊക്കെ ഓടുമല്ലോ, മാരത്തോണൊക്കെ ഓടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ നിന്ന് ഈ വെള്ളമൊക്കെ കൊടുക്കത്തില്ലേ? പിന്നെ ജ്യൂസ് കൊടുക്കും, അതുപോലെ തന്നെ വെള്ളം കൊടുക്കും. എന്തിനാ? ഓടാൻ വേണ്ടിയാ. ജ്യൂസ് കിട്ടിയോണ്ട് ആഹാ നല്ല കാര്യം, നമ്മുടെ ജ്യൂസിന്റെ പുറകെ ഓടാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഓർത്ത് വയ്ക്കും. ആണ്ട് അവിടെ വെള്ളം വെച്ചേക്കുന്നത്, വെള്ളം കുടിച്ച് നമുക്ക് വിശ്രമിക്കാം. അയ്യോ, അതിനുവേണ്ടിയല്ല വെള്ളം വെച്ചേക്കുന്നത്. വെള്ളമൊക്കെ വെച്ചേക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂക്കോസ് ഒക്കെ കൊണ്ട് തരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അത് കുടിച്ച് പിന്നെ ഓടാൻ വേണ്ടിയാ. ഇതാണ് കൃപാവരങ്ങളുടെ പ്രത്യേകത. അന്യഭാഷയും പ്രവചനവും മറ്റു വരങ്ങളും രോഗശാന്തിയും ഭൂതശാന്തിയും ഒക്കെ തന്നതെന്ന് പറഞ്ഞാല് ഞാൻ ഒരു ഗോളിന് വേണ്ടി അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗോൾ എന്തുവാ? സ്നേഹം, സ്നേഹത്തിന്റെ പൂർണ്ണത. അതാ പോലും പറഞ്ഞത്, നിത്യതയിൽ സ്നേഹമാ കാണുന്നേ. പ്രത്യാശയും വിശ്വാസവും ഒക്കെ ഉണ്ട്, പക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. കാരണം പ്രത്യാശയും വിശ്വാസവും ഒക്കെ തന്നെ ഒരിടത്ത് നിന്നു പോകേണ്ട കാര്യമുണ്ട്. കാരണം അതിന്റെ ആവശ്യം പിന്നീട് വരുന്നില്ല. കാരണം പ്രത്യാശയുടെ ആവശ്യം പിന്നെ വരുന്നില്ല. കാരണം ഞാൻ പ്രത്യാശ സംഭവിക്കാനായിട്ട് പോകുക. സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശിക്കേണ്ട കാര്യമില്ല. പിന്നെ അവിടെ സ്നേഹമാണ് വരുന്നത്. എന്നാൽ സ്നേഹം ഒരിക്കലും നിന്നു പോകുന്നില്ല. അപ്പൊ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ആ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ, ആ യാത്രയിൽ, ആ പെർസ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മെ സഹായിക്കാനായിട്ടാണ് കൃപാവരങ്ങൾ വെച്ചിരിക്കുന്നത്. നമ്മുടെ ടാർഗറ്റ് മാറിപ്പോകരുത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് കാണാം. 14-ാം അധ്യായത്തിലാണ് ഇനി കൃത്യമായ അവരുടെ പ്രശ്നത്തിനുള്ള പരിഹാരം പൗലോസ് കൊടുക്കുന്നത്. ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, പൗലോസ് ഒരു കാര്യത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എടുത്ത് ഞാൻ പ്രശ്നത്തെ നേരെ കീറി മുറിച്ച് പരിഹാരം പറയല്ല. മറിച്ച് ആ പ്രശ്നം വന്നത് എന്താണെന്നും ആ പ്രശ്നത്തെ വിശദമായിട്ട് പഠിക്കും. അതിന്റെ പുറത്തേക്ക് ഇറങ്ങി കുറെ കൂടെ വിശാലമായിട്ടൊക്കെ പറഞ്ഞ് അതിനെ ഒന്ന് കൃത്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടാക്കി, ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പ്രശ്നത്തെ തൊടുന്നത്. അപ്പൊ 14-ാം അധ്യായത്തിലാണ് വാസ്തവത്തിൽ പ്രശ്നത്തിനുള്ള പരിഹാരം കൊടുക്കുന്നത്. ഇതുവരെ
ആ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കുകയും അവരെ ഒന്നുകൂടെ ബോധവാന്മാരാക്കുകയുമാണ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഇങ്ങനെ ബോധവാന്മാരാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നത്തെക്കുറിച്ച് പിന്നെ പരിഹാരം കൊടുക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. കാരണം ഇത് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി, ഇനി പറയാൻ പോകുന്നത് ഇതായിരിക്കും എന്ന് അവർക്ക് ഉറപ്പായിട്ടും മനസ്സിലായി. ഇതാ, ചില കാര്യങ്ങൾക്ക് നമ്മൾ പ്രശ്നത്തെക്കുറിച്ച് പറയണ്ട, പ്രശ്നത്തിന് പുറകിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധം കൊടുത്താൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും. അയ്യോ ശരിയാ, ഇനിയിപ്പോ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പലരും പറയാറുണ്ട്. അല്ല ചിലർ പറയാലോ, നിങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി എന്ന് പറയാറുണ്ടല്ലോ. എന്ന് പറഞ്ഞാലാണ് പൗലോസിന്റെ കാര്യം. പൗലോസ് പറഞ്ഞതോടെ മനസ്സിലായി, ഇനി ഇങ്ങനെ ആയിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അതാണ് പൗലോസിന്റെ ഒരു രീതി. അപ്പൊ അടുത്ത ക്ലാസ്സിലാണ് കൃത്യമായി നമ്മൾ ആ പ്രശ്നം എന്താണെന്നും അതിനുള്ള പരിഹാരം എന്താണ്, അന്യഭാഷ പറയണോ വേണ്ടായോ, അതുപോലെ തന്നെ സ്ത്രീകൾ സഭയിൽ മിണ്ടായിരിക്കണോ, പ്രവചിക്കണ്ടായോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ നിർദ്ദേശം പൗലോസ് കൊടുക്കുന്നത് 14-ാം അധ്യായത്തിലാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇട്ടപ്പോൾ തന്നെ കാര്യം പിടി കിട്ടി, എന്തോ ഈ പൗലോസ് പറയാൻ പോകുന്നതെന്ന്, എങ്ങനെയായിരിക്കണമെന്ന്. അത് അടുത്ത ക്ലാസ് നമുക്ക് ചിന്തിക്കാം. ഇന്ന് സമയം അവസാനിച്ചിരിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.